നമസ്കാരം. വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെതിരെ ലൈംഗിക പീഡന പരാതി കിട്ടിയെന്ന് സ്ഥിരീകരിച്ച് ബി.ജെ.പി. പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന് ഇമെയിലാണ് യുവതി പരാതി നൽകിയിട്ടുള്ളത്. കുടുംബ വഴക്കിനെ തുടർന്നുണ്ടായ പരാതിയാണെന്നും മുൻകാല കേസുകളിലെല്ലാം തനിക്ക് വിധി അനുകൂലമാണെന്നും കൃഷ്ണകുമാർ വിശദീകരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തലിന് എത്ര കാലം MLA ആയി തുടരാൻ കഴിയുമെന്ന് സംശയം ഉന്നയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുലിനെ സംരക്ഷിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ആരോപിക്കുകയും ചെയ്തു. ലൈംഗികാപത്തിൽപ്പെട്ടവരെ ഇതുപോലെ സംരക്ഷിച്ച മറ്റൊരാളില്ല എന്ന പ്രത്യാക്രമണം മുഖ്യമന്ത്രിക്കെതിരെ നടത്തിക്കൊണ്ടാണ് സതീശൻ ഇതിന് മറുപടി പറഞ്ഞത്. വടകര MP ഷാഫി പറമ്പിലും CPM-ഉം ഇന്നും നേർക്കുനേർ വരികയും ചെയ്തു. ഈ വിഷയമാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ ശ്രീ സി കൃഷ്ണകുമാർ BJP, ശ്രീമതി ദീപ്തി മേരി വർഗീസ് കോൺഗ്രസ്, ശ്രീ KS അരുൺകുമാർ CPIM എന്നിവർ. ആദ്യം ശ്രീ കൃഷ്ണകുമാർ, രാഹുൽ മാങ്കൂട്ടത്തലിനെതിരെ പ്രതിഷേധിക്കാൻ പാലക്കാട് മുമ്പിൽ നിന്ന ആളാണ് താങ്കൾ. കൃഷ്ണകുമാറിന് അതിനുള്ള ധാർമ്മിക അവകാശമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് താങ്കളുടെ പാർട്ടിയുടെ അധ്യക്ഷന് ഒരു യുവതി, എറണാകുളം സ്വദേശിയായ യുവതി പരാതി നൽകിയിരിക്കുന്നത്. എന്താണ് താങ്കളുടെ അക്കാര്യത്തിലെ മറുപടി? ഈ കേസിന് ഇതിനാസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത് 2014. ഇത് കുടുംബ വഴക്കാണ്. എൻ്റെ ഭാര്യ സഹോദരിയാണ്. അവരുടെ അച്ഛൻ്റെ പേരിലുള്ള വീടിനെ സംബന്ധിച്ചിട്ടുള്ള തർക്കമാണ്. ഭാര്യയുടെ പേരിൽ വിൽപത്രം എഴുതി വെച്ചതിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള സിവിൽ കേസും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവങ്ങളുമാണ്. ഇതിൽ ഒരു പൊതുരംഗത്തുള്ള എന്നെ അതിൽ കക്ഷിയാക്കി എന്നെ സമ്മർദ്ദത്തിലാക്കി സിവിൽ കേസിൽ ആനുകൂല്യം നേടിയെടുക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. പക്ഷേ 2024 ജൂലൈ മാസം 24-ാം തീയതി ബഹുമാനപ്പെട്ട കോടതിയുടെ ജഡ്ജിമെൻറ്റ് വന്നിട്ടുണ്ട്. ആ ജഡ്ജിമെൻറ്റിൽ വളരെ വ്യക്തമായിട്ട് ഇതിനെ സംബന്ധിച്ച് വിധിയിൽ പറയുന്നുണ്ട്. ഇതിൽ ഞാൻ ആ വിധി വായിക്കാൻ ഇവിടെ. കൺസിഡറിങ് ദ എബവ് അനാലിസിസ് ഇറ്റ് ക്യാൻ ബി കൺക്ലൂഡഡ് ദാറ്റ് ദി പ്രോസിക്യൂഷൻ ഹാസ് ഫെയിൽഡ് ടു എസ്റ്റാബ്ലിഷ് ദ ഒക്യുറൻസ് ആൻഡ് ദി അലിഗേഷൻസ് ബിയോണ്ട് റീസണബിൾ ഡൗട്ട്. ദ എവിഡൻസ് പ്രസൻറ്റഡ് ഡസ് നോട്ട് സഫിഷ്യൻ്റ്ലി കണക്ട് ദി അക്യൂസ്ഡ് to the alleged offences. The inconsistencies in the testimonies and the lack of corroborative evidence undermine the prosecution case. ശ്രീ കൃഷ്ണകുമാർ, താങ്കൾക്കെതിരെ ഇത് രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളും താങ്കൾ വാദിയായിട്ടുള്ള കേസുകളും ഒക്കെ ഇപ്പോൾ 712/2014, 709/2014 കേസുകളൊക്കെ പരിശോധിച്ചു. പക്ഷെ അതിൽ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങളിൽ ഈ ലൈംഗിക അതിക്രമം ഉണ്ടായിരുന്നോ? ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൻ്റെ മുൻപാകെ പരാതിക്കാരി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ആ പരാതിയുടെ ഡേറ്റ് 12/6/2014. ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് പാലക്കാട് മുമ്പാകെ ബോധിപ്പിക്കുന്ന അപേക്ഷ. ഞാനത് മുഴുവൻ വായിക്കുന്നില്ല, 5-6 പേജുണ്ട്. അതിൽ വളരെ വ്യക്തമായിട്ട് 3-ാമത്തെ പേജിൽ 2-ാമത്തെ പാരഗ്രാഫായിട്ട് ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഇത്തരത്തിലുള്ള ഇപ്പോൾ ആരോപിച്ചിട്ടുണ്ടല്ലോ, ആ കുറ്റം സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് കോടതി പോലീസിനോട്, ടൗൺ നോർത്ത് പോലീസിനോട് കേസ് അന്വേഷിക്കാൻ ആവശ്യപ്പെടുന്നു. ടൗൺ നോർത്ത് പോലീസ് കേസ് അന്വേഷിക്കുന്ന സമയത്ത് കോടതിയിൽ വീണ്ടും അവർ കോടതിയുടെ മുമ്പ് അപേക്ഷ കൊടുക്കുന്നു. കേസ് കൃത്യമായിട്ട് അന്വേഷിക്കണം, കേസിൻ്റെ അന്വേഷണം കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ വേണമെന്ന് പറയുന്നു. കോടതി അതിനൊരു ഓർഡർ ഇറക്കുന്നു. ആ ഓർഡറിൽ പറയുന്നുണ്ട് also to monitor the investigation in crime number 712/2014 of Town North Police Station. Accordingly, notice was issued to the SHO concerned to appear in person and to produce CD in the above said crime, and accordingly the police officer produced the CD crime in crime number 712/2014. I have gone through the FIR and CD, and the case was registered against the brother-in-law of the petitioner by the Town North Police. അതൊക്കെ ഓക്കെ അല്ല ശ്രീ കൃഷ്ണകുമാർ, ഞാൻ എന്റെ സംശയം, ഇപ്പൊ താങ്കൾ അവകാശപ്പെടുന്ന ഒരു കാര്യം, ഈ പരാതി പരിഗണിച്ചു കോടതി താങ്കൾ കുറ്റം ചെയ്തില്ല എന്ന് വിധിച്ചു എന്നുള്ളതാണല്ലോ. നോക്കൂ, ഇപ്പോ ഈ ആ കേസിന്റെ വിധി ഉത്തരവിൽ ഈ പറയുന്ന കാര്യങ്ങളെ അക്യൂസ്ഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആരോപിതമായിരിക്കുന്ന കുറ്റങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളിൽ wrongfully restrained the de facto complainant and voluntarily caused her by striking her face with their hands and kicking her on the back. The accused are further alleged to have caused hurt by using dangerous weapons, specifically a chair, to beat her. അതായത് തൊഴിച്ചു, അടിച്ചു, കസേര വെച്ച് അടിച്ചു തുടങ്ങിയ കാര്യങ്ങളായിരുന്നല്ലോ ഇപ്പോൾ താങ്കൾ വിധി വന്നു എന്ന് പറയുന്ന ക്രിമിനൽ കേസിൽ അന്ന് അന്വേഷിക്കുകയും പിന്നീട് കോടതി അതിൽ തെളിവില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തത്. അതിൽ സെക്ഷൽ ഒഫൻസ് എവിടെയാണ്?
അല്ല, അവർ കൊടുത്ത പരാതിയിൽ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടാണ് അവർ പരാതി കൊടുക്കുന്നത്. ഈ കാര്യം വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടാണ് പരാതി കൊടുക്കുന്നത്. പരാതി കോടതിയുടെ മുമ്പാകെയാണ് പരാതി കൊടുക്കുന്നത്. ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോലും അല്ല, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ, നമ്പർ 2 കോടതി മുമ്പാകെയാണ് ഈ പരാതി കൊടുക്കുന്നത്, ഈ അപേക്ഷ കൊടുക്കുന്നത്. ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് കേസെടുക്കുന്നത്. പോലീസ് കേസെടുക്കുക മാത്രമല്ല, കോടതിയുടെ നിരീക്ഷണത്തിൽ ഈ കേസ് നടക്കണം എന്നുള്ള തുടർന്നുള്ള അപേക്ഷ കൊടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം തുടർച്ചയായിട്ട് നടന്നു വരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് അന്വേഷിക്കുന്നതും FIR ഇടുന്നതും. അപ്പോൾ FIR ഇട്ടു, പോലീസ് FIR ഇടുന്ന സമയത്ത് ഒരു പ്രാഥമികമായിട്ടുള്ള അന്വേഷണവും മറ്റുമൊക്കെ നടത്തി അവരുടെ പിന്നീട് വിശദമായിട്ടുള്ള അന്വേഷണമൊക്കെ നടത്തിയിട്ടാണല്ലോ സെക്ഷനൊക്കെ ഇടുക. ആ സെക്ഷൻ ഇടുന്ന സമയത്ത് പോലീസിന് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇത് ഇത്തരത്തിലുള്ള ഈ പരാതിയുടെ അടിസ്ഥാനം എന്താണെന്ന്. ഇനി വേറൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. ഇതേ കേസിൽ CC 225/2014 അവിടെ തന്നെയാണ് ആ ചോദ്യം, അവിടെ തന്നെയാണ് ബാക്കി. ഒരു സെക്കൻഡ് സാർ, ഇപ്പൊ താങ്കൾക്കെതിരെ അന്ന് ചുമത്തപ്പെട്ട, അന്ന് IPC ആണല്ലോ, അന്ന് താങ്കൾക്കെതിരെ ചുമത്തപ്പെട്ട ചാർജസ് 341, 323, 324 തുടങ്ങിയവയായിരുന്നല്ലോ. അന്ന് വിചാരണ ചെയ്യപ്പെടുകയും താങ്കളെ അക്യൂറ്റ് ചെയ്തു എന്ന് പറയുന്ന ആ വിധിയിൽ വിചാരണ ചെയ്യപ്പെട്ട് തെറ്റല്ല, ശരിയല്ല എന്ന് കണ്ടെത്തിയ ചാർജസ് ഇവയൊക്കെയാണ്. അല്ല, നിങ്ങൾ അതിന് ഈ FIR ഇടാൻ ആസ്പദമായിട്ടുള്ള പരാതി ഞാൻ നിങ്ങളുടെ പാലക്കാട് ലേഖകൻ ശ്രീ ഗോകുലിന് രാവിലെ കൊടുത്തിരുന്നു. ഗോകുൽ അതിൻ്റെ കോപ്പി എടുത്തിരുന്നു. ആ പരാതിയിൽ വളരെ കൃത്യമായിട്ട് 3-ാമത്തെ പേജിൽ രണ്ടാമത്തെ പാരഗ്രാഫായിട്ട് ഈ കാര്യം ഇയാൾ പലതവണ, ഞാൻ ബാക്കിയുള്ള വാചകങ്ങൾ വായിക്കില്ല, കാരണം എന്നെ കുറ്റവിമുക്തരാക്കിയ ഒരു കോടതി വിധിയിൽ സംബന്ധിച്ച് അതിൽ ആരോപിച്ച കാര്യങ്ങൾ, ആ കേസിൽ ആരോപിച്ച കാര്യങ്ങൾ വീണ്ടും അല്ലെങ്കിൽ താങ്കളെ കുറ്റവിമുക്തനാക്കിയ ആ പ്രക്രിയയിൽ ഈ പറഞ്ഞ ഒഫൻസസ് വിചാരണയ്ക്ക് വന്നിട്ടില്ലല്ലോ. ആ ചാർജസ് താങ്കൾക്കെതിരെ ചുമത്തപ്പെട്ടിരുന്നില്ല. റേപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമാനമായ വിധത്തിലുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സ്ത്രീത്വത്തിന് മുറിവേൽപ്പിക്കലോ, ഇങ്ങനെയുള്ള ചാർജസ് താങ്കൾക്കെതിരെ കോടതി മുൻപാകെ വന്നിട്ടേ ഇല്ല. അപ്പൊ അത് പോലീസ് ഒഴിവാക്കി എന്നുള്ളതാണെങ്കിൽ എന്തുകൊണ്ട് പോലീസ് ഒഴിവാക്കി എന്ന പ്രശ്നമല്ലേ അവിടെ വരിക? അല്ല, സത്യമല്ലാത്തതുകൊണ്ടാണല്ലോ കോടതിയുടെ നിരീക്ഷണത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്ന സമയത്ത് അവർ പോലീസിന് എൻ്റെ അന്വേഷണം കൃത്യമാവണമെന്നും കോടതി നിരീക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് കോടതിയിൽ പെറ്റീഷൻ കൊടുത്തത് ഞാൻ വായിച്ചുവല്ലോ. കോടതി ആ പെറ്റീഷൻ പരിഗണിച്ച് കേസ് ഡയറി വിളിച്ചു വരുത്തി. കോടതി കേസ് ഡയറി CD-യും മറ്റെല്ലാം പരിശോധിച്ചു. കൃത്യമായിട്ട് അന്വേഷണം പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. എല്ലാം ഞാൻ ഇവിടെ വായിച്ചു കേൾപ്പിച്ചല്ലോ. അപ്പോൾ ഇത്രയും കൃത്യമായിട്ടൊരു അന്വേഷണം നടന്ന് അതിൽ ആരോപിച്ച കാര്യങ്ങൾ വ്യക്തമല്ല എന്ന് ബോധ്യമായിട്ടാണിത്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ പരിശോധിക്കുക. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് 2014 മുതൽ, അല്ലെങ്കിൽ താങ്കളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയം, ഞാൻ അതിന്റെ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് സത്യത്തിൽ ഒരു കുടുംബ തർക്കവുമായി ബന്ധപ്പെട്ട കേസിന്റെ അതിന്റെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്കൊരു ഫ്ലോറിൽ ഡിസ്കസ് ചെയ്ത് പോകേണ്ട കാര്യമില്ല, അങ്ങനെ പോകാൻ പറ്റും തോന്നുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ ഈ സ്പെസിഫിക് ഈ സെക്ഷൽ അസോൾട്ട് എന്നുള്ളത് എവിടെയെങ്കിലും ഒരു ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. താങ്കളെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള, താങ്കളെയും ഭാര്യയെയും കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള ആ വിധി, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 2 പാലക്കാടിന്റെ വിധി അവസാനിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്: ഇൻ ദ റിസൾട്ട് ദ അക്യൂസ്ഡ് ആർ ഫൗണ്ട് നോട്ട് ഗിൽറ്റി of the offences punishable under section 341, 323, 324 and 34 of IPC. ഈ പറഞ്ഞ ചാർജസിൽ താങ്കൾക്കെതിരെയുള്ള കുറ്റം വിചാരണ ചെയ്യപ്പെട്ടു. അതിൽ താങ്കൾ ഗിൽറ്റി അല്ല, കുറ്റക്കാരനല്ല എന്ന് കോടതി കണ്ടു. അപ്പം താങ്കൾക്കെതിരെ ഉയർന്ന സെക്ഷൽ അസോൾട്ട് എന്ന ചാർജ് എവിടെയും ജുഡീഷ്യൽ സ്ക്രൂട്ടണിക്ക് വിധേയമായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അല്ല, ഒരാൾ ഒരു പരാതി കൊടുത്താൽ എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്? പോലീസ് സ്റ്റേഷനിൽ ഒരാൾ പരാതി കൊടുത്തു. ഇത് പോലീസ് സ്റ്റേഷനിൽ പോലും അല്ല, കോടതിയുടെ മുമ്പാകെ അപേക്ഷ കൊടുക്കുന്നു. ആ അപേക്ഷയുടെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താൽ പോലീസ് ആ കേസിൽ ഏത് അന്വേഷണത്തിന് ശേഷമാണ് ആദ്യം FIR ഇട്ടാലും പിന്നീട് അവരുടെ വിശദമായിട്ടുള്ള അന്വേഷണത്തിൽ ചില സെക്ഷനുകൾ ആഡ് ചെയ്യാറുണ്ട്, ചില സെക്ഷനുകൾ ഒഴിവാക്കാറുണ്ട്. അത്തരം സംഭവം, ഇപ്പോൾ ഒരാൾ എന്നെ മാരകായുധം വെച്ച് അടിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ ആ മാരകായുധം വെച്ച് അടിച്ചിട്ടുണ്ടോ അതോ കൈകൊണ്ടാണോ അടിച്ചതെന്നുള്ളത് 2 സെക്ഷൻ വ്യത്യാസമുണ്ട്. തലയ്ക്ക് പരിക്കേറ്റാൽ സെക്ഷൻ വ്യത്യാസമുണ്ട്, കൈക്ക് പരിക്കേറ്റാൽ സെക്ഷൻ വ്യത്യാസമുണ്ട്, അല്ലേ? അപ്പോൾ അത് പോലീസിൻ്റെ വിശദമായിട്ടുള്ള അന്വേഷണത്തിലാണ് അത്തരം സെക്ഷനുകൾ
ഇതിലെ പരാതിയിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ സെക്ഷനുകൾ ഉൾപ്പെടുത്തണോ വേണ്ടയോ, കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സെക്ഷനുകൾ ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്നൊക്കെ പോലീസ് തീരുമാനിക്കുക. പോലീസിൻ്റെ അന്വേഷണത്തിൽ ഈ കാര്യം ഈ പരാതിയിൽ പറയുന്ന കാര്യം വാസ്തവമല്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആ സെക്ഷൻ ഇടാത്തത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരാൾ പരാതി കൊടുത്താൽ, താങ്കൾ നാളെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുത്താൽ, താങ്കൾ ആർക്കെതിരെയാണോ പരാതി കൊടുത്തത് താങ്കൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പോലീസ് എല്ലാ സെക്ഷനും ഇടണം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ രാജ്യത്തെ നിയമം അനുവദിക്കുന്നില്ല. കാരണം അതിനൊരു അന്വേഷണം നടക്കും. അന്വേഷണം നടന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ, വാസ്തവമാണെന്ന് ബോധ്യപ്പെട്ടാൽ, സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ ആവശ്യമായിട്ടുള്ള സെക്ഷനുകൾ. ശരി, ഞാൻ അതിലേക്ക് ഒരിക്കൽ കൂടി വിശദമായി വരാം. അതിന് മുമ്പ് ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഇതാണോ കോൺഗ്രസ് പൊട്ടിക്കും എന്ന് പറഞ്ഞ ബോംബ്? ഒന്ന്, ഈ വിഷയം ഒരു കുടുംബ തർക്കത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഈ വിഷയം പലതവണ കേസുകളായി മാറിയിട്ടുണ്ട്. ക്രിമിനൽ കേസുകൾ 2 ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ ഈ സിവിൽ കേസ് വേറെ, സ്വത്തുമായി ബന്ധപ്പെട്ട കേസ് ഉണ്ടായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, വിവിധ രാഷ്ട്രീയ സന്ദർഭങ്ങളിൽ വാർത്താ സമ്മേളനം വഴിയും അല്ലാതെയും ഒക്കെ ഒരുപാട് തവണ പൊതുസമൂഹത്തിന് മുമ്പിലും വന്നിട്ടുള്ള ഒരു വിഷയമാണ്. ഇതിപ്പോ പെട്ടെന്ന് മാരക പ്രഹരശേഷിയുള്ള ഒരു ബോംബാണ് എന്ന് കോൺഗ്രസ് പാർട്ടിക്ക് തോന്നിയത് എന്തുകൊണ്ടാണ്? അല്ല അഭിലാഷ്, ഇതിപ്പോ ബോംബ് പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോംബ് പൊട്ടിച്ചിരിക്കും. അതിതാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പോലും ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇത് ബോംബാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് വരും ദിവസങ്ങളിൽ മനസ്സിലാകും. അഭിലാഷ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും ആ കേസിലേക്ക് വരാനോ, ഇത് മനസ്സിലാകാനിട്ടല്ല, കണ്ണടച്ചിരുട്ടാക്കുക, ആ കേസിലേക്ക് വരുവാൻ കൃഷ്ണകുമാർ എന്ന വ്യക്തി തയ്യാറാകുന്നില്ല. അദ്ദേഹം ഈ കേസിനെ പറ്റി പറഞ്ഞത്, ഇതിൻ്റെ അകത്ത് യഥാർത്ഥത്തിൽ ഒറ്റ കേസല്ല ഉള്ളത്. എന്തായിരുന്നു താങ്കൾ ഇത്രയും നേരം സംസാരിച്ച് ചോദിച്ച കേസ് എന്ന് പറയുന്നത്? ഈ സ്ത്രീ, ഈ പെൺകുട്ടി അവരുടെ അച്ഛനെ കാണണം എന്ന പ്രെയർ ആയിരുന്ന കേസിനെ കുറിച്ചാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് ഒരു കോടതിയുടെ മുമ്പിലേക്ക് പോയത്? താങ്കൾ പറഞ്ഞ പോലെ ഇതിൻ്റെ കുടുംബ വിഷയത്തിലേക്കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കേസിനാസ്പദമായ കാര്യം, പ്രെയർ ഈസ് സ്വന്തം അച്ഛനെ കാണണം, അതിഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് ഇവർ കോടതിയെ ഞാൻ വായിച്ച ഉത്തരവ് ഈ പറഞ്ഞ അച്ഛനെ കാണണം എന്നുള്ള പ്രയറിലുള്ള ഒന്നല്ല, മറിച്ച് 712/2014 അസോൾട്ട് ചെയ്യപ്പെട്ടു എന്ന് കാണിച്ച് പോലീസ് സ്റ്റേഷനിൽ, പാലക്കാട് ടൗൺ പോലീസ് സ്റ്റേഷനിൽ 712/2014 എന്ന കേസ് നമ്പറിൽ ചേർക്കപ്പെട്ട പരാതിയുടെ ഉത്തരവാണ് ഞാൻ വായിച്ചത്. ഞാൻ പറഞ്ഞത് ഇത് കുറെ പ്രയേഴ്സ് ഉണ്ട്, കുറെ പരാതികൾ, കുറെ ഹർജികളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ വായിച്ചത് അതല്ല. അല്ല അഭിലാഷ് പറയുന്നത് ഞാൻ രണ്ടാമത്തെ കേസാണ്, അത് വേറെ ഉണ്ട്. അതിനാണ് താങ്കൾ പറഞ്ഞ, എന്നാൽ ആ കേസ് ഞാൻ നമ്പർ എടുത്തിട്ടില്ല കേസിൻ്റെ. പക്ഷേ ആ രണ്ടാമത്തെ കേസിലാണ് ഇന്നത്തെ MP ആയിരിക്കുന്ന, മന്ത്രി ആയിരിക്കുന്ന സുരേഷ് ഗോപി 1 ലക്ഷം രൂപ കൊടുത്ത് നട്ടെല്ല് തകർന്ന ആ സ്ത്രീയുടെ നട്ടെല്ലിന് ചികിത്സയ്ക്കായിട്ട് ഇവരുടെ മന്ത്രി ആയിരിക്കുന്ന സുരേഷ് ഗോപി സഹായിച്ചത്. അന്വേഷിക്കട്ടെ, മാധ്യമങ്ങൾ അന്വേഷണാത്മകമായിട്ട് ഇപ്പോൾ എല്ലാ കേസുകളും നോക്കുകയാണല്ലോ, അതും അന്വേഷിക്കട്ടെ. ഞാൻ പറഞ്ഞത്, ഒരു കേസ് കൊടുത്തിരുന്നത് സ്വന്തം അച്ഛനെ, ഓർമ്മക്കുറവുള്ള സ്വന്തം അച്ഛനെ കാണണം എന്ന് പറഞ്ഞിട്ടാണ്. അതിഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന അച്ഛനെ കാണാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം തൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട്, അധികാരം ഉപയോഗിച്ചുകൊണ്ട് പോലീസിന് മുമ്പിൽ. അപ്പം ഇപ്പം തന്നെ അദ്ദേഹം പറയുന്നത് കേട്ടു, ചില സെക്ഷനുകളൊക്കെ അങ്ങ് മാറ്റുമല്ലോ എന്ന് പോലീസുകാർ. അതെങ്ങനെ ചില സെക്ഷനുകൾ മാറ്റുന്നത്? ഉള്ള അലിഗേഷൻ അനുസരിച്ചാണ് പോലീസ് സെക്ഷൻ ഇടുന്നത്. അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ മാനിപ്പുലേഷനാണ്. അത്തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പ്രാപ്തനായിട്ടുള്ള ഒരാളാണ് കൃഷ്ണകുമാർ എന്ന് പറയുന്നത്. ഈ പാവം, ഈ പെൺകുട്ടിയും ഈ പെൺകുട്ടിയുടെ അമ്മയും അതിദാരുണമായ രീതിയിൽ അക്രമത്തിനിരയായിട്ടുണ്ട്. അക്രമത്തിന് ഇരയാക്കിയത് ഒരു പൊതുപ്രവർത്തകനാണ്. നിങ്ങൾ ആലോചിക്കണം, ഇന്നലെ പാലക്കാട് MLA, മിനിഞ്ഞാന്ന് പാലക്കാട് MLAയുടെ ഓഫീസിൽ പോയി ഘോരഘോരം പ്രസംഗിച്ച, ഒരു കോലിൽ തുണി കെട്ടിയാൽ പോലും പോകുമെന്ന് പറഞ്ഞ് പ്രസംഗിച്ച കൃഷ്ണകുമാറാണ് ഈ 24 മണിക്കൂറിനുള്ളിൽ സ്വന്തം കുടുംബത്തിനകത്ത്, ഞാനല്ലാതെ പറഞ്ഞത്, അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതാ, ഇരയുടെ ഐഡന്റിറ്റി പറയരുത് എന്നുള്ളത് രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമമാണ്. അതുപോലും ലംഘിച്ചുകൊണ്ട് അതാരാണെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഇരയാരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ, അപ്പോൾ സ്വന്തം കുടുംബത്തിൽ പോലും ഇതാണ് രീതി. സ്വന്തം കുടുംബത്തിൽ പോലും ഇത്തരത്തിലുള്ള ആരോപണം അദ്ദേഹം തന്നെ അഡ്മിറ്റ് ചെയ്തു. ഇവിടെ ഈ ചർച്ചയിൽ തന്നെ അദ്ദേഹം അഡ്മിറ്റ് ചെയ്തു, ഇത്തരത്തിലുള്ള പരാതികൾ അതിൽ വന്നിരുന്നു, ആ കേസിൽ വന്നിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്. അപ്പൊ അത് ഓൾറെഡി അങ്ങനെ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഈ കാര്യം വളരെ കോംപ്ലക്സ് ആണ്. ഒന്ന്, ഇവർ, അതായത് കൃഷ്ണകുമാറിനും കുടുംബത്തിനും വേണ്ടി കൊടുക്കപ്പെട്ട ഒരു കേസുണ്ട് 709/2014. അതിന്റെ കൗണ്ടർ കേസായിട്ടാണ് മറ്റൊരു കേസ് വന്നിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ, ഇപ്പൊ അച്ഛന്
ചികിത്സ വേണ്ട സന്ദർഭത്തിൽ അച്ഛന് ഓർമ്മ കുറവുള്ള സമയത്ത് തുടങ്ങിയ വാദങ്ങൾ മറ്റൊരു കോടതി, അതായത് ഇൻ ദ കോർട്ട് ഓഫ് സബോർഡിനേറ്റ് ജഡ്ജ്, അഡീഷണൽ സബോർഡിനേറ്റ് ജഡ്ജ് പാലക്കാട്, ആ കേസിലാണ് 2023 വിധി വന്നിട്ടുള്ളത്. ആ ഉത്തരവ് 16 ഓഗസ്റ്റ് 2023 പറഞ്ഞ വിധിയിൽ ഈ പറഞ്ഞ അലീഗേഷൻസ് ശരിയല്ല എന്ന് ഇതൊക്കെ കോടതി പറയുന്നതാണ്. എനിക്കറിയില്ല വസ്തുത ഏതാണ് എന്നുള്ളത്. അപ്പോൾ ഇത് കോംപ്ലക്സ് ആയ സങ്കീർണമായ കുടുംബ ബന്ധങ്ങൾ ഇഴചേർന്നിരിക്കുന്ന സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട ഒരു കേസ് നമുക്ക് ഒരു രാഷ്ട്രീയ ആരോപണം എന്നുള്ള നിലയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ അതിൽ കുറെ റിസ്ക് എലമെന്റ്സ് ഇല്ലേ? ഇതിനൊരു രാഷ്ട്രീയ ആരോപണമാക്കി എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഇതൊരു രാഷ്ട്രീയ ആരോപണമല്ല അഭിലാഷ്, ഇത് വളരെ കൃത്യമായിട്ടുള്ള ആരോപണമാണ്. സിവിൽ കേസ് വേറെയുണ്ട്, അത് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. സിവിൽ കേസുണ്ട്, സിവിൽ അപ്പീലും ഉണ്ട്, ഹൈക്കോടതിയിൽ സിവിൽ അപ്പീലുണ്ട്. അതൊന്നും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല. അവരുടെ കുടുംബ പ്രശ്നവും അവരെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയതും അമ്മയും മകളെയും പുറത്താക്കിയിട്ട് അധികാരം ഉറപ്പിച്ചതും സ്വത്ത് പിടിച്ചടക്കിയതും അതൊന്നും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ലല്ലോ. നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ്? ഈ കുട്ടിക്ക് ഉണ്ടായ പീഡനം, ആ കുട്ടിക്കും അമ്മയ്ക്കും ഉണ്ടായ അമ്മയ്ക്കും എതിരായി നടത്തിയ ഹരാസ്മെന്റ്, പിന്നെ ഏറ്റവും അവസാനം ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റിന് കത്ത് കൊടുത്തിരിക്കുന്നു. അതിനു മുൻപ് ആർക്കൊക്കെ കൊടുത്തു? ഇവിടെ താഴെത്തട്ട് മുതൽ ഇങ്ങോട്ട് മുരളീധരൻ, പിന്നെ ശോഭ സുരേന്ദ്രൻ മുതലായ മുഴുവൻ നേതാക്കൾക്കും അറിയാവുന്നേ ഇങ്ങനൊരു പരാതി ഉണ്ടെന്ന്. അവസാനം ഗത്യന്തരമില്ലാതെയാണ് ആ കുട്ടി ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് കൊടുത്തിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അന്വേഷിക്കേണ്ട കാര്യമാണ്. ഞാൻ വളരെ ഉത്തരവാദിത്തത്തോടെ പറയുകയാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഈ കുട്ടി പരാതി അയച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ഒരു അന്വേഷണം പാലക്കാട് SP ഓഫീസിൽ നിലവിൽ അന്വേഷണത്തിലേക്ക് പോയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ വരെ നടന്നിട്ടുണ്ട്. അപ്പൊ ഇത് നിസ്സാരമായ കാര്യമൊന്നുമല്ല, ഇത് വെറുതെ രാഷ്ട്രീയ ആരോപണമൊന്നുമല്ല. രാജീവ് ചന്ദ്രശേഖരന് ഈ കൊടുത്ത പരാതി, നമ്മൾ ഈ പരാതി എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. വളരെ കൃത്യമായി പറയാണ്, ഐ പേഴ്സണലി അപ്രോച്ച് ശ്രീ ഗോപാലൻകുട്ടി എക്സെട്ര എല്ലാവരുടെയും പേര്, MT രമേശ്, V മുരളീധരൻ, സുഭാഷ്, എല്ലാവരുടെയും പേര് പറയുന്നുണ്ട്. ഇവിടെയൊക്കെ കൊടുത്തിട്ടും ഗത്യന്തരമില്ലാഞ്ഞിട്ടാണ് ഐ ഹംബ്ലി റിക്വസ്റ്റ് യു ആസ് എ ന്യൂ പ്രസിഡന്റ് ഓഫ് BJP കേരള ടു ടേക്ക് മൈ കംപ്ലൈന്റ് സീരിയസ്ലി ആൻഡ് എൻഷുർ ജസ്റ്റിസ് ടു ബി ഡൺ. എന്താണ് കേസ്? എന്താണ് കേസ്? കൃത്യമായി പീഡനമാണ് എന്നുള്ളതും ആക്ഷൻ എടുത്തില്ല എന്നുള്ളതും ഹ്യൂമിലിയേറ്റ് ചെയ്തു എന്നുള്ളതും കൃത്യമായിട്ട് ഈ കത്തിൽ പറയാണ്. ഞാൻ ആ കത്ത് മുഴുവൻ വായിക്കുന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ വായിക്കാം, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഒരു കുടുംബത്തിലുള്ള ഒരാളെ പോലും, ഒരു സ്ത്രീയെ പോലും പീഡനത്തിന് വിധേയമാക്കുന്ന ഒരാളാണ് ഈ ചാരിത്ര പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം തന്നെ ഈ ചാനൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് അപാര തൊലിക്കെട്ടി തന്നെയാണ്. ഇതിന്റെ ഈ 3 കേസുകളുടെ ഉത്തരം കൃഷ്ണകുമാർ പറയണം. അതിൻ്റെ അകത്ത് സിവിൽ കേസ് നിങ്ങൾ നടത്തിക്കോ, ഞങ്ങൾക്ക് അതിൻ്റെ അകത്തൊന്നും പറയാനില്ല, അത് നിങ്ങളുടെ സ്വത്ത് തർക്കമാണ്. പക്ഷേ സ്ത്രീപീഡന കേസുകൾ, അത്തരം ഒരു കേസ് കുടുംബത്തിനകത്ത് നടത്തിയ ഈ കേസ്, അതിന് ഉത്തരം പറഞ്ഞേ മതിയാവൂ. ശരി, ഓക്കെ, വരാം താങ്കളിലേക്ക്. ശ്രീ അരുൺകുമാർ, കേരള രാഷ്ട്രീയത്തിൽ ബോംബുകൾ ഓരോന്നോരോന്നായി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം VD സതീശൻ പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകിയിരുന്നു, വലിയ വാർത്ത വരും എന്ന്. അങ്ങനെ വന്ന വാർത്തകളിൽ ഒന്നാണ്. അത് വലുതാണോ ചെറുതാണോ എന്നിപ്പോൾ കോൺഗ്രസ്സുകാർ ഉറപ്പിച്ചു പറയുന്നില്ല. ഇതല്ല, ഇനിയും വരാനുണ്ട് എന്ന് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്യുന്നു. അപ്പോൾ BJP വൈസ് പ്രസിഡന്റിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ നിങ്ങൾക്ക് വലിയ താല്പര്യമില്ലേ? അല്ല, ഇവിടെ ഈ ബോംബ് പൊട്ടുന്നു പറയുന്നതല്ലാതെ ഇതൊന്നും പൊട്ടുന്നത് നമ്മൾ കാണുന്നില്ല. എന്നാൽ യഥാർത്ഥത്തിലുള്ള ബോംബ്, ശരിക്കും മുഖം നോക്കിയുള്ള അടി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഇന്ന് കേരള ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മുമ്പ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരുന്നത് ഇറ്റ് ഈസ് നോട്ട് എ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, ഇറ്റ് ഈസ് എ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് ഈ രാജ്യത്ത് തന്നെ ഒരു പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശ്രീ VD സതീശനെതിരെ കേരളത്തിന്റെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ്. അത് ഫോണുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് AI ക്യാമറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെയായിരുന്നു ഈ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും പഴയ പ്രതിപക്ഷ നേതാവും തോളിൽ കൈയിട്ട്, ആദ്യമായിട്ടായിരിക്കും അവർ തോളിൽ കൈയിട്ടൊക്കെ പോകുന്നത്, ഒരൊറ്റ കാര്യത്തിന് പോയി ഇങ്ങനെ ഒരു കേസ് കൊടുത്തു. അതാണ് വളരെ കൃത്യമായി നിശ്ചിതമായി വിമർശിച്ച് ഒരു തെളിവുമില്ലെന്ന് പറഞ്ഞ് ഇന്ന് ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം കഴിഞ്ഞ 5 വർഷമായി ഉയർത്തിയ ഏതെങ്കിലും ഒരു ആരോപണം തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഒരാരോപണവും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, 2-3 ദിവസം കൊണ്ട് ബലൂൺ പൊട്ടുന്നത് പോലെ ഇത് പൊട്ടി നശിച്ചു പോയിട്ടുണ്ട്. ഇദ്ദേഹം ഇന്നലെ പറഞ്ഞ എന്താ, ആ ആക്ഷനൊക്കെ നമ്മൾ കണ്ടതാണ്. സുരേഷ് ഗോപി പോലും ആ ആക്ഷന് മുന്നിൽ തോറ്റുപോകും. ഇന്ന് പറഞ്ഞത് ബോംബെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, അത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണെന്ന്. അപ്പൊ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേക ബോംബ് പൊട്ടിക്കേണ്ട, പ്രത്യാരോപണം ആരോപിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായോ? ഏതെങ്കിലും തരത്തിൽ CPM-ഓ BJP-യോ അല്ലല്ലോ രാഹുൽ മാങ്കൂട്ടിനെതിരെ ഇത്ര ഗൗരവമായിട്ടുള്ള പരാതി ഉന്നയിച്ചത്. അവരുടെ കൂടെ, അവരുടെ പ്രവർത്തകയായി ജോഡോ യാത്രയിൽ വരെ രാഹുൽ ഗാന്ധിക്കൊപ്പം അണിനിരന്ന പ്രതിപക്ഷ നേതാവ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന
കോൺഗ്രസിന്റെ വിവിധ പരിപാടികളിലെല്ലാം പങ്കെടുത്ത സോഷ്യൽ മീഡിയയിൽ ആവേശത്തോടെ പോസ്റ്റ് ഇടുന്ന ഒരു യുവനടി മുതൽ നിരവധി ആളുകൾ അവരുമായി യോജിച്ച് നിൽക്കുന്നവർ തന്നെയാണ് പരാതികളും അതുപോലെ തന്നെ വീഡിയോ ദൃശ്യങ്ങളും ചാറ്റിങ്ങും ഒക്കെ ആയിട്ട് പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അപ്പോൾ അത് ഗൗരവമായി പരിഹരിക്കാൻ ശ്രമിക്കാതെ തിരിച്ചു ബോംബ് വരും, CPM നോക്കിക്കോ എന്നും പറഞ്ഞ് വിരൽ വീശുന്നതൊക്കെ ഞാൻ കണ്ടു. പിന്നെ BJP ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ബദൽ കൊണ്ടുവരുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാരും അതുപോലെ തന്നെ ഇതിന് എന്തെങ്കിലും മറുപടി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ അന്വേഷിച്ച് നടക്കുന്ന ഒരു സാഹചര്യം. അരുൺകുമാർ, BJPക്കെതിരെ വന്ന ബദൽ നിങ്ങൾക്കൊട്ടും വിശ്വാസയോഗ്യമല്ല എന്നുള്ളതാണോ? ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വിശ്വസിക്കാൻ കൊള്ളാത്ത ആരോപണമാണെന്നാണോ? അതിലൊരു പ്രശ്നം ഇവിടെ കുടുംബ പ്രശ്നമായിട്ടോ സ്വത്ത് പ്രശ്നമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് നാളായിട്ട് നിലനിൽക്കുന്ന കേസുകളാണ് എന്ന രൂപത്തിലുള്ള ചർച്ചകൾ വരുന്നു. അപ്പോൾ അത് കോടതി വിചാരണ നടത്തി ട്രയൽ പൂർത്തീകരിച്ച് വെറുതെ വിട്ട കേസാണ് എന്നതാണ് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പറയുന്നത്. എന്നാൽ ഈ പരാതി സബ്സിക്വന്റ് ആയിട്ടുള്ള പരാതിയാണെന്നും അതിൽ മറ്റു തരത്തിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഹരാസ്മെന്റിന്റെ ഉള്ളടക്കങ്ങൾ ഉണ്ട് എന്ന രൂപത്തിൽ ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നു. ഏതായാലും BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന് കൊടുത്താൽ ആ കേസ് കൊണ്ട് നിയമപരമായി നടപടിയെടുക്കാൻ കഴിയില്ല. പോലീസിന്റെ മുന്നിലാണ് വരുന്നതെങ്കിൽ പോലീസ് അത് കൃത്യമായിട്ട് പരിശോധിക്കും. ഒരു ക്രിമിനൽ കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ളത് വെൻ, വെയർ, ഹൗ, ബൈ ഹൂം എന്നതാണ്. ആര്, എപ്പോൾ, എങ്ങനെ, ആര്, എവിടെ വെച്ച്, ആർക്കെതിരെ കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന രൂപത്തിൽ തന്നെയാണ്. ഇപ്പോൾ ട്രയൽ നടത്തി വെറുതെ വിട്ട കേസുകൾ അത് നടന്ന അതേ തീയതി തന്നെയാണോ ഇപ്പോഴുള്ള പരാതിയുടെ ഡേറ്റ്? അതേ സംഭവം തന്നെയാണോ ഇതിൽ പറഞ്ഞിരിക്കുന്നത്? അതിൽ പറയാത്ത മറ്റൊരു ഡേറ്റിൽ നടക്കുന്ന മറ്റൊരു ഹൈക്കോടതിയിലെ അഭിഭാഷകനല്ലേ ട്രയൽ നടത്തി വെറുതെ വിടപ്പെട്ട ഒഫൻസുകൾ IPC സെക്ഷൻ 341, 323, 324 ആണ്. അതായത് ഈ സെക്ഷൽ അസോൾട്ട് എന്ന ചാർജ് ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിധേയമായിട്ടില്ല. അതിലൊരു പ്രശ്നമുള്ളത് ഒരേ ദിവസം ഒരേപോലെ നടന്ന കേസുകളാണ് എങ്കിൽ ആ കേസിൽ അന്ന് വകുപ്പൊന്നും കൂട്ടിച്ചേർക്കാതെ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഹരാസ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറയാതെ ഒരേ സംഭവത്തിൽ ഇപ്പോൾ അഡീഷൻ നടത്തി ട്രയൽ പൂർത്തീകരിച്ചതിന് ശേഷം അന്ന് ഇന്ന സമയത്ത് ഇന്ന ദിവസം നടന്ന ഒരേ സംഭവത്തിൽ ഇന്ന വകുപ്പ് കൂടി ഉൾപ്പെട്ടിരുന്നു അല്ലെങ്കിൽ ഇന്ന വകുപ്പിന് ഉപോത്പലകമാകുന്ന സാഹചര്യം കൂടി നടത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ അത് നിയമപരമായിട്ട് നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ്. മറ്റൊരു ദിവസം തന്നെ പറഞ്ഞ ഒരു കാര്യം, അന്നത്തെ ആ പരാതിയിൽ സെക്ഷൽ ഒഫൻസ് അല്ലെങ്കിൽ ആ തരത്തിലുള്ള പരാതി ഉണ്ടായിരുന്നു, പരാതിക്കാരിയുടെ പരാതിയിൽ അത് ഉണ്ടായിരുന്നു. പക്ഷെ പോലീസ് ആ വകുപ്പുകൾ ചേർത്തിട്ടില്ല. അവരുടെ അന്വേഷണത്തിൽ അതിനുശേഷം കോടതിയിലേക്ക് ചാർജസ് പോയപ്പോൾ കോടതി വിചാരണ നടത്തിയപ്പോഴൊന്നും ആ ചാർജസ് വിചാരണ ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ പോലീസ് ആ വകുപ്പുകൾ എന്തായാലും ചേർത്തിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അത് എന്തുകൊണ്ടായിരിക്കും? പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ പോലീസ് FISന്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ വകുപ്പുകൾ കൂട്ടിച്ചേർത്തില്ല എങ്കിൽ പിന്നീട് അവർക്ക് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്താം, അല്ലെങ്കിൽ പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ട് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാം. ഞാൻ ഇന്ന ദിവസം കൊടുത്ത പരാതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വകുപ്പുകൾ ഇന്നതാണ്, പക്ഷെ എനിക്ക് ഈ വകുപ്പ് പോരാം, വളരെ ഗ്രാവിറ്റിയുള്ള ഒഫൻസ് നടന്നിരിക്കുന്നു, എന്റെ മോഡസ്റ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അലിഗേഷൻ പോലീസ് പരിഗണിച്ചിട്ടില്ല എന്ന് പറയാം. അതിനുശേഷം കോടതിയിൽ ഈ സാക്ഷികളെ വിസ്തരിക്കുമല്ലോ, കംപ്ലൈന്റിന്റെയും മറ്റ് സാക്ഷികളെയും വിസ്തരിക്കുമ്പോൾ അവർക്ക് അവിടെ കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാലോ. അതല്ലേ ഏറ്റവും ആധികാരികമായിട്ടുള്ള മൊഴി. പോലീസിന് കൊടുക്കുന്ന മൊഴി എന്ന് പറഞ്ഞാൽ 161 സ്റ്റേറ്റ്മെന്റ് വെറും പേപ്പറിന്റെ വാല്യൂ ഉള്ളൂ. കോടതിയിൽ വന്ന മജിസ്ട്രേറ്റ് എഴുതിയെടുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ കൂട്ടിച്ചേർത്ത് തനിക്കെതിരെ നടന്ന കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി മജിസ്ട്രേറ്റ് അപ്പോൾ തന്നെ ചാർജ് അഡീഷൻ നടത്തും. ഇന്ന വകുപ്പുകൾ കൂടി കൂട്ടിച്ചേർക്കണം, 376 അല്ലെങ്കിൽ 354 കൂട്ടിച്ചേർക്കും. 376 ആണ് കൂട്ടിച്ചേർക്കുന്നതെങ്കിൽ പിന്നെ മജിസ്ട്രേറ്റിന് ട്രയൽ നടത്താൻ അധികാരമില്ല, നേരെ സെഷൻസ് കോടതിയിലേക്ക് കേസ് അയക്കും. അത്തരത്തിലുള്ള ഒരു സാഹചര്യവും നടന്നിട്ടില്ല എന്നതാണല്ലോ ഈ വിധിന്യായത്തിന്റെ പാരഗ്രാഫുകൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് വിധി പറഞ്ഞ് ഇത്ര നാളായിട്ടും തനിക്കെതിരെ അതിക്രമം നടത്തായി ഇതിലെ സ്ത്രീ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ കൂട്ടിച്ചേർത്താൽ അത് നിയമപരമായിട്ട് നിലനിൽക്കില്ല. ഏതായാലും പോലീസിന്റെ മുന്നിൽ പരാതി ഉണ്ടെങ്കിൽ പോലീസ് പരിശോധിക്കട്ടെ. സബ്സിക്വന്റ് ആയിട്ട് നടന്ന ഒഫൻസ് ആണെങ്കിൽ കൃത്യമായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകും. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, എനിക്ക് ഒറ്റക്കാര്യം അറിയേണ്ടത്, ഇപ്പൊ ഈ കേസ്, ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്, ആരോപിതമായിരിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത് 2014 കേരളം UDF ഭരിക്കുകയാണ്, ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാണ്. അപ്പോൾ ആ സമയത്താണ് പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നത്. അതിനുശേഷം പല തെരഞ്ഞെടുപ്പുകൾ വന്നു, കൃഷ്ണകുമാർ മത്സരിച്ചു. ആ സമയത്തൊക്കെ രാഷ്ട്രീയ ആരോപണമായി വിഷയം വരികയും ഈ പരാതിക്കാരി തന്നെ വാർത്താ സമ്മേളനം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോഴൊന്നും ഇങ്ങനൊരു പ്രശ്നം ചൂണ്ടിക്കാണിച്ചിരുന്നില്ല എന്ന കാര്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. ഇതിപ്പോ ഒരു ആരോപണം, വലിയൊരു ആരോപണം വരികയും അതിന്റെ ക്ഷീണത്തിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ മാത്രമല്ല അവരും ഉണ്ട് എന്ന് പറയാൻ വേണ്ടി ഇപ്പോൾ കൊണ്ടുവരുന്നതാണോ ഈ കേസ്? ഇതിന് നിയമപരമായ നടപടിക്രമങ്ങൾ നോക്കുമ്പോൾ ഇതുവരെ പോയ കോടതികളിലൊന്നും ഇത് നിന്നിട്ടില്ല എന്നൊരു കാര്യം അവിടെ നിൽക്കുകയാണ്.
അല്ല അഭിലാഷ്, അത് ഇപ്പൊ നടത്തുന്ന ചർച്ച പോലെ അല്ല. ഇത് ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ ചർച്ച ചെയ്യുന്നത് സിവിൽ മാറ്ററിനെ കുറിച്ചല്ലെന്നേ. ഇപ്പൊ ഈ പറയുന്ന ക്രിമിനൽ കേസിലും ഒരു മിനിറ്റ് എന്നാണ് വിധി, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി. ഇവരെ അസോൾട്ട് ചെയ്തു എന്നും ഇവരുടെ നട്ടൽ ഒടിഞ്ഞുവെന്നും അതിന് 1 ലക്ഷം രൂപ ചികിത്സാർത്ഥം സുരേഷ് ഗോപി കൊടുത്തു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അതവിടെ നിൽക്കട്ടെ, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ നിലവിലുള്ള കേസ് താങ്കൾ വളരെ കൃത്യമായിട്ട് ചോദിച്ചല്ലോ, തുടക്കത്തിൽ തന്നെ ചോദിച്ചല്ലോ, ഇതിൽ ഈ 376 ഉൾപ്പെടെയുള്ള ഇതില്ലല്ലോ, ആ പരാതി ഇല്ലല്ലോ എന്ന് പറഞ്ഞല്ലോ. ഈ പരാതിയിൽ മെൻഷൻ ചെയ്തു പോവുകയാണ് ചെയ്തത് പെറ്റീഷണർ, അല്ലാതെ അതിനുള്ള ഒരു പരാതി അല്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. പക്ഷേ ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് കൊടുത്തിരിക്കുന്ന ഈ പരാതിയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ പരാതി പുതിയ പരാതിയല്ല. അഭിലാഷ് അങ്ങനെ അതിനെ മിസ്ഇന്റർപ്രിറ്റ് ചെയ്തു പോകരുത്. ഈ പരാതി വളരെ മുമ്പ് തന്നെ കൊടുത്തു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവരുടെ പല നേതാക്കൾക്ക് മുമ്പിൽ കൊടുത്തു. അതുകൊണ്ടാണല്ലോ ആ നേതാക്കന്മാരുടെ പേരൊക്കെ ഈ പരാതിയിൽ പറയുന്നത്. അവരാരും അത് നിഷേധിച്ചിട്ടില്ലല്ലോ. വി മുരളീധരന്റെ പേരും MT രമേശിന്റെ പേരും അതുപോലെ തന്നെ ഗോപാലൻകുട്ടി മാസ്റ്ററുടെ പേരും ഒക്കെ പറയുന്നുണ്ട് ഈ പരാതിയിൽ. സുഭാഷിന്റെ പേര് പറയുന്നുണ്ട്. അന്നത്തെ ഓർഗനൈസേഷൻ, വർഷങ്ങൾക്ക് മുൻപായിരുന്നു അത്, ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന സുഭാഷിന് കൊടുത്തു. ഇവരുടെ ഒക്കെ അടുത്ത് കൊടുത്തിട്ടും നീതി കിട്ടിയില്ല. അതുകൊണ്ട് പുതിയ പ്രസിഡന്റ് വന്നപ്പോൾ ഞാനിതാ വീണ്ടും പരാതി കൊടുക്കുന്നു എന്ന് പറഞ്ഞാണ് ആ കത്തിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഒരു സ്ത്രീ അത്തരത്തിലൊരു പരാതി കൊടുത്താൽ അന്വേഷിക്കണ്ടേ? ഞാൻ ചോദിക്കുന്നത്, അരുൺകുമാറിന്റെ പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൽ, ഈ ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരാതി വെളിയിൽ വന്നിട്ട് മാധ്യമങ്ങളിലൂടെ എന്തുകൊണ്ടാണ് സുവമോട്ടോ കേസ് എടുക്കാമല്ലോ? ഈ പരാതി കിട്ടിയിട്ടില്ലല്ലോ. രാജീവ് ചന്ദ്രശേഖറിന് ഒരു ഇമെയിലാണ് കിട്ടിയിരിക്കുന്നത്. പോലീസിന് മുമ്പിൽ ഈ കംപ്ലൈന്റ് വന്നിരുന്നു 2014. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കംപ്ലൈന്റിന്റെ സാഹചര്യം. കംപ്ലൈന്റ് പരാതി അല്ല വന്നത് അഭിലാഷേ, ഈ പരാതി അല്ല വന്നത്. പരാതി ശ്രീ കൃഷ്ണകുമാർ വായിച്ചല്ലോ. ഈ പരാതി വന്നിരിക്കുന്നത് പോലീസിന്റെ മുമ്പിലല്ല. പോലീസിന് മുമ്പിൽ ഈ പരാതി വന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം നേരത്തെ പരാതി അവര് ഞാൻ കംപ്ലൈന്റ് കണ്ടിട്ടില്ല. കംപ്ലൈന്റ് അദ്ദേഹം വായിക്കാൻ ശ്രമിച്ചു. എടുത്തിട്ട് നമുക്ക് ചർച്ച നടത്താൻ പറ്റുമോ അഭിലാഷേ? ശരി, ഒന്ന് ശ്രീ കൃഷ്ണകുമാർ താങ്കൾക്ക് അദ്ദേഹം പറഞ്ഞ കംപ്ലൈന്റ് ഒന്ന് അയച്ചു തരാണെങ്കിൽ മറ്റു പരാതി 2-3 കേസുണ്ട്. ഇതെല്ലാം കൂടെ അല്ല അഭിലാഷേ, ഈ കേസുകളെല്ലാം കൂടെ മിക്സപ്പ് ചെയ്തിട്ട് ആളുകളെ വിഡ്ഢിയാക്കാൻ നോക്കുകയാണ്. ഈ പരാതി, ഈ പീഡന പരാതി കൊടുത്തിരിക്കുന്നത് അവരുടെ നേതാക്കന്മാരുടെ മുമ്പിലാണ്. പോലീസ് സ്റ്റേഷന് മുമ്പിൽ കൊടുത്തെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അത് മറ്റു ചില കേസുകളാണ്. അവരെയും അവരുടെ അമ്മയും ഉപദ്രവിച്ചു, നട്ടെല്ലടിച്ചു തകർത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ആ പരാതി അദ്ദേഹം അയച്ചു തരാണെങ്കിൽ അത് നോക്കാം. ഇവിടെ ശ്രീ കൃഷ്ണകുമാർ, ഒരാൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരാതി എന്ന കാര്യത്തിലേക്ക് വരാൻ നമുക്ക്. അതിപ്പോ മറ്റേ സ്വത്തുമായി ബന്ധപ്പെട്ട വിഷയം വിടാം, അതിനാധാരം ഇനി അതാണെങ്കിലും അല്ലെങ്കിലും നേതാക്കൾക്ക്, ഇപ്പോൾ ഗോപാലൻകുട്ടി മാസ്റ്റർ പോലെയുള്ള RSS നേതാക്കൾക്ക്, BJPയുടെ ചുമതലയുണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പരാതി കൊടുത്ത കാര്യം മുഖ്യമന്ത്രിക്ക് കൊടുത്ത ഈ പരാതിയിലും പറയുന്നു. BJPയുടെ സംഘടനാ ചുമതലയുള്ള നേതാക്കൾക്കും RSSന്റെ നേതാക്കൾക്കും ഈ വിഷയം അറിയാം എന്ന് ചൂണ്ടിക്കാണപ്പെടുന്നു. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ സുരേഷ് ഗോപി സഹായിച്ച കാര്യവും ശോഭാ സുരേന്ദ്രൻ ഇക്കാര്യം അറിയാമെന്ന കാര്യവും ഒക്കെ നേരത്തെ സന്ദീപ് വാര്യരും പറഞ്ഞിരുന്നു. അപ്പൊ ഇത് ഇത്രയും കാലം വെറുതെ ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കൂ? അഭിലാഷ് ജി, എനിക്ക് ദീപ്തി മേരി വർഗീസിനോട് പറയാനുള്ളത്, അവർ അഭിഭാഷകയാണ്. ഇത്തരത്തിൽ കേസ് പഠിച്ചിട്ട് കോടതി പോയാൽ അവർക്ക് വാദിക്കുന്ന കേസ് അവർ ജയിക്കില്ല. കാരണം ഒരു ഹോംവർക്ക് അറ്റ്ലീസ്റ്റ് ചെയ്യണം. ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് കേട്ടിട്ട് വന്നിരുന്ന് പറയരുത്. അഭിഭാഷകയാണല്ലോ. ഞാൻ ഇപ്പോൾ അഭിലാഷിന് അയച്ചു തരാനായിട്ട് അത് ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് ഒരു മിനിറ്റ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 2 കോടതി മുമ്പാകെ പരാതിക്കാരി കൊടുത്ത അപേക്ഷയുടെ മുകളിലാണ് ഇത് എടുത്തിരിക്കുന്നത്. അഭിലാഷ് ഇപ്പോൾ ആ പേജ്, അവരുടെ ആ പാരഗ്രാഫ്, 3-ാമത്തെ പേജിലെ 2-ാമത്തെ പാരഗ്രാഫ്, അത് ഉൾപ്പെട്ട ആ പേജ് ഇപ്പോൾ അതിപ്പോൾ വാട്സാപ്പിൽ കിട്ടും. അപ്പോൾ അഭിലാഷിന് മനസ്സിലാവും. പിന്നെ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, കൃഷ്ണകുമാറിന് ഒരു നാണക്കേടിൻ്റെ ആവശ്യമില്ല. 2015 പത്രസമ്മേളനം നടത്തിയല്ലോ. ഈ പാർട്ടിക്ക് അകത്ത് നിന്നിട്ട് ഇന്ന് നിങ്ങളുടെ പാർട്ടിയിലുള്ള ആൾ ഇവരെ കൊണ്ട് നടത്തിച്ചല്ലോ. 2020 നടത്തിച്ചല്ലോ. അന്ന് കോൺഗ്രസ് പാർട്ടി പാലക്കാട് ഉണ്ടല്ലോ. 2015 20 കോൺഗ്രസിൻ്റെ പ്രാദേശികമായിട്ടുള്ള ആളുകൾ, ജില്ലയുടെ ആളുകൾ ഇതിനെ സംബന്ധിച്ച് കൃത്യമായി അന്വേഷിച്ച് ഇത് യാഥാർത്ഥ്യമല്ല, സത്യമല്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഒരു മാധ്യമങ്ങളും വാർത്ത കൊടുത്തില്ല, ഒരു രാഷ്ട്രീയ പാർട്ടി എടുത്തില്ല. കാരണം ഇതിൽ കൃത്യമായിട്ട് ബോധ്യമുള്ളതുകൊണ്ടാണ് അന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി ഇത് ഏറ്റെടുക്കാതിരുന്നത്. ഇപ്പോൾ പരാതി എന്താ കൊടുത്തത് രാജീവ് ചന്ദ്രശേഖർക്ക്? തിങ്കളാഴ്ച
തിങ്കളാഴ്ച എന്ന് പറയുന്ന സമയത്ത് ഇന്ന് 27-ാം തീയതി 25-ാം തീയതിയാണ് പരാതി കൊടുക്കുന്നത്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറയുകയാണ് നാളെ BJP ഓഫീസിൽ കാളെ കെട്ടാൻ തയ്യാറായിക്കോ. പുതിയ നിങ്ങളുടെ വക്താവ് പറയുകയാണ് നാളെ കോർ കമ്മിറ്റി ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയിട്ട് ഇടുന്നു, കോർ കമ്മിറ്റി അംഗത്തിനെതിരെ പരാതി വന്നാൽ നടപടിയെടുക്കുമോ എന്നുള്ളത്. അപ്പോൾ ഇത് ഈ 2024 ജൂലൈ മാസം വിധി പ്രസ്താവിച്ച ഒരു കേസിൽ അപ്പീൽ പോലും ഇതുവരെ പോവാത്ത കേസിൽ 1 വർഷം രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനായിട്ട് 6 മാസം കഴിഞ്ഞു. ഈ 6 മാസത്തിൽ കൊടുക്കാത്ത പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് നിരന്തരമായിട്ട് മാലപ്പടക്കം പോലെ. നിങ്ങൾക്കല്ലേ നാണം വേണ്ടത്? ഇത്രയേറെ സ്ത്രീകൾ പരസ്യമായിട്ട് രംഗത്ത് വന്ന് വോയിസ് ക്ലിപ്പും ചാറ്റുകളും നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന KPCC പ്രസിഡന്റിന് 3.5 വർഷം മുമ്പ് പരാതി കൊടുത്തു എന്ന് യുവനടി പറഞ്ഞു. ഇത്രയും കാലം ചോദിച്ചു പരാതി എവിടെ, പരാതി തന്നിട്ടില്ലല്ലോ എന്ന്. ഇന്ന് അവർ പറഞ്ഞില്ലേ മാധ്യമങ്ങളോട് 3.5 വർഷം മുമ്പ് KPCC പ്രസിഡന്റിന് പരാതി കൊടുത്തു. KPCC പ്രസിഡന്റ് 3.5 വർഷമായിട്ട് എന്തെങ്കിലും നടപടിയെടുത്തുവോ? അന്ന് ഒന്നുമല്ലാതിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കി, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് MLA സ്ഥാനം കൊടുത്തു. നിങ്ങൾ പ്രമോഷനല്ല കൊടുത്തു. ഇത്രയേറെ പരാതികൾ നേരിട്ട് ബോധ്യമായിട്ട് എന്തെങ്കിലും അന്വേഷിച്ചോ? നിങ്ങളാണ് ഇവിടെ വന്നിരുന്ന് പറയുന്നത് കൃഷ്ണകുമാറിന് എനിക്ക് ഇപ്പോഴും ഞാൻ പറയുന്നു, ഏത് ഏജൻസി അന്വേഷിച്ചോട്ടെ 1% ഇതിൽ സത്യമുണ്ടെങ്കിൽ എൻ്റെ പൊതുപ്രവർത്തനം ഞാൻ അവസാനിപ്പിക്കാൻ തയ്യാറാ. ഈ ഞങ്ങളുടെ ഉള്ളിലിരുന്ന് ഞങ്ങളെ കുത്തിയ ഒരാൾ നിങ്ങളുടെ കൂടെ വന്ന സമയത്ത് നിങ്ങൾ അത് മുഴുവൻ വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോയാൽ കോൺഗ്രസ് എന്നുള്ള പ്രസ്ഥാനത്തിൻ്റെ കോളം തോണ്ടുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നുള്ള കാര്യം മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. പിന്നെ ഇപ്പൊ അഭിലാഷിന് അത് കിട്ടിയിട്ടുണ്ടാവും നോക്കണം വളരെ കൃത്യമായിട്ട്. അച്ഛനെ ഇവിടെ ദീപ്തി മേരി വളരെ സ്പെസിഫിക് ആയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതിൽ പറയുന്നത്, ആ പരാതിയിൽ പറയുന്നത് പലതവണ ശാരീരികമായി ഉപദ്രവിക്കാൻ 5 ലൈനുണ്ട്. അതിന് താഴെയുണ്ടല്ലോ ലാസ്റ്റ് ലൈൻ വായിക്കൂ. അല്ല അതിന് താഴെ പിന്നെന്താ ഇതിൽ കൂടുതൽ ഓക്കെ ശരി ഉണ്ട്. ഇതില് 2010 മെയ് 5-ാം തീയതി അഭിലാഷ് 2010 മെയ് 5-ാം തീയതി അന്യമതസ്ഥനായിട്ടുള്ള ഒരു പുരുഷനെ കല്യാണം കഴിച്ച് അവരുടെ അച്ഛനോടൊപ്പം എറണാകുളത്ത് താമസിച്ച കുട്ടി അന്യമതസ്ഥനായ ഒരു ആളെ വിവാഹം കഴിച്ച ശേഷം ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. 4 കൊല്ലം കഴിഞ്ഞ് വന്നിട്ട് സ്വത്ത് തർക്കം അച്ഛൻ്റെ വില്ല് അവരുടെ പരാതി ഞാൻ മുഴുവൻ അയച്ചു തരാം, വായിച്ചു നോക്കുക. അവരുടെ പരാതി തന്നെ കൃത്യമായി പറയുകയാണ്. ഇനി 2-5 ഇതേ പരാതിയിൽ പറയുകയാണ് 2-5-2014 എനിക്കും അമ്മയ്ക്കും കൂടി അർഹതപ്പെട്ട വീട് മൂത്ത സഹോദരിയുടെ പേരിൽ എഴുതി വെച്ച ഒരു ഡ്രാഫ്റ്റ് കണ്ടതിനെ തുടർന്ന് ഇതേ പറ്റി ചോദിക്കാൻ ഞാൻ തൊട്ടടുത്ത് താമസിക്കുന്ന സഹോദരിയുടെ വീട്ടിൽ ചെന്നു. അവിടെ അവരുടെ ഭർത്താവും ഇവരും കൂടി എന്നെ മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് വ്യക്തമായില്ലേ? നിങ്ങൾക്ക് അയച്ചു തന്ന 3-ാമത്തെ പേജിന്റെ 2-ാമത്തെ പേജിന്റെ കാര്യങ്ങളാണ് ഞാൻ വായിച്ചത്. വ്യക്തമല്ലേ? എന്നെ ശാരീരികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പിന്നീട് വീട്ടിൽ വരുമ്പോഴെല്ലാം ബലാത്സംഗ ശ്രമം നടത്തിയിട്ടുണ്ട് എന്നാണ് പരാതിയിൽ അന്ന് കൊടുത്ത പരാതിയുള്ളത്. പക്ഷേ ആ ബലാത്സംഗ ശ്രമം പക്ഷേ അന്വേഷിക്കപ്പെട്ടില്ല. അതായത് പിന്നീട് അത് താങ്കൾ പറഞ്ഞ 2024 വിധിയിൽ അതിൽ ഈ പറഞ്ഞ ചാർജസ് ഉൾപ്പെട്ടിട്ടില്ല. മജിസ്ട്രേറ്റിന് മുമ്പാകെ കൊടുത്ത് മജിസ്ട്രേറ്റ് പോലീസിനോട് അന്വേഷിക്കാൻ പറഞ്ഞ് പോലീസ് അന്വേഷിച്ച് അതനുസരിച്ചിട്ടാണല്ലോ സെക്ഷൻ ഇട്ടിരിക്കുന്നത്. അന്ന് ഇവരാണല്ലോ UDF തന്നെയാണല്ലോ ഭരിക്കുന്നത്, ഭാരതീയ ജനതാ പാർട്ടി അല്ലല്ലോ അന്ന് കേരളം ഭരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി ആരായിരുന്നു? താങ്കൾ തന്നെ പറഞ്ഞല്ലോ രമേശ് ചെന്നിത്തലയാണെന്ന്. ആ പോലീസ് അന്വേഷിച്ചിട്ട് എടുത്ത കേസാ. അതിനുശേഷം കേരളം ഭരിച്ചത് ഭാരതീയ ജനതാ പാർട്ടി അല്ലല്ലോ. അപ്പോൾ ഒരു കേസിൽ ഇന്ന് വളരെ നിങ്ങൾ ഒരു കാര്യം ദീപ്തി മേരി വർഗീസ് വിചാരിക്കണം, ഇത് പറഞ്ഞെല്ലാം കൃഷ്ണകുമാറിനെ വിരട്ടാമെന്നും കൃഷ്ണകുമാറിനെ ഈ സമരരംഗത്ത് നിന്ന് മാറ്റാൻ സാധിക്കുന്നതും BJP ഇത് കേട്ട് സമരരംഗത്ത് നിന്ന് മാറുന്നു നിങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മൂഢസ്വപ്ന. അച്ഛൻ നേരത്തെ ദീപ്തി മേരി വർഗീസ് പറഞ്ഞു അച്ഛന് ഓർമ്മക്കുറവുണ്ടായിരുന്നു. അച്ഛനെ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് നമ്പർ 2 കോടതി മുമ്പാകെ അച്ഛൻ കൊടുത്ത അഫിഡവിറ്റ് ഞാൻ നിങ്ങളുടെ ലേഖകന് വേണമെങ്കിൽ അഭിലാഷ് ഇവിടെ കൊടുക്കാം എന്താണ് അച്ഛൻ കൊടുത്ത അഫിഡവിറ്റ് എന്ന് കോടതി മുമ്പാകെ അച്ഛൻ നേരിട്ട് മജിസ്ട്രേറ്റിന് മുമ്പാകെ പോയി കൊടുത്ത അഫിഡവിറ്റാ. അച്ഛൻ നേരിട്ട് ഇന്ന് നിങ്ങളുടെ പുതിയ ആളുണ്ടല്ലോ വക്താവ് ചാനലുകളോട് 2012 അച്ഛൻ പറഞ്ഞു എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അച്ഛൻ മജിസ്ട്രേറ്റിന്റെ മുമ്പാകെ പോയി കൊടുത്ത അഫിഡവിറ്റ് അടക്കം കോടതിയുടെ മുമ്പാകെ ഉണ്ട്.
അപ്പോൾ ഇത് സ്വത്ത് തർക്കത്തിൻ്റെ എന്നെ സമ്മർദ്ദത്തിലാക്കി ഞങ്ങൾ കോംപ്രമൈസിന് പോകും എന്നുള്ളതിൽ അല്ലെങ്കിൽ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്ത ഒരു പരാതിയും പിടിച്ചിട്ട് 11 കൊല്ലത്തിന് ശേഷം 2015-ലും 20-ലുമൊക്കെ പാലക്കാട്ടിലെ മുഴുവൻ ആളുകൾക്ക് അറിയാവുന്ന പത്രസമ്മേളനം നടത്തി പറഞ്ഞ് ഇത് തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യ മത്സരിക്കുന്ന സമയത്തൊക്കെ പരസ്യമായിട്ട് നോട്ടീസ് അടിച്ച് പ്രചരണം നടത്തിയ കേസ് എന്തുകൊണ്ട് ഈ 11 വർഷക്കാലം ഈ പരാതിയായിട്ട് പോലീസിൻ്റെ അടുത്ത് പോയില്ല? നേരത്തെ അരുൺ ഇവിടെ CPM പ്രതിനിധി ചോദിച്ചല്ലോ, എന്തുകൊണ്ട് പോലീസിൻ്റെ അടുത്ത് പോയില്ല? 2024 വിധി വന്ന ശേഷമെങ്കിലും പോലീസിനെ സമീപിക്കായിരുന്നല്ലോ. പോലീസിനെ സമീപിച്ചോ? ഇല്ലല്ലോ. എന്തുകൊണ്ട് സിവിൽ കേസിൽ അപ്പീൽ പോകാൻ അറിയുന്ന ആള് ഈ കേസിൽ എന്തുകൊണ്ട് അപ്പീൽ പോയില്ല? വൂണ്ട് സർട്ടിഫിക്കറ്റ് ഇവിടെ പറഞ്ഞു നട്ടല് തകർന്നു എന്നല്ലോ. വൂണ്ട് സർട്ടിഫിക്കറ്റ് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ? എന്തിനാ ഒരു വക്കീൽ ഇങ്ങനെ വന്നിരുന്ന് ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് നാണം കെടാനായിട്ട് വന്നിരുന്ന് നുണ പറയുന്നത് ദീപ്തി മേരി വർഗീസ് അവസാനിപ്പിക്കണം. ശരി, ഇവിടെ ശ്രീമതി ദീപ്തി മേരി വർഗീസ്, നമ്മളിപ്പോ ഈ കേസുമായി ബന്ധപ്പെട്ട് ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് പോകുമ്പോൾ ഈ സിവിൽ കേസിൽ എന്താണ് അതിന്റെ ന്യായാന്യായങ്ങൾ എന്നുള്ളത് അവിടെ തീരേണ്ട ഒരു വിഷയമാണ്, അതൊരു പൊതു വിഷയമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഈ ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള കോടതി വിധി അനുസരിച്ച് ക്രിമിനൽ ഒഫൻസസ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആരോപിതരായ ആളുകൾ നോട്ട് ഗിൽറ്റി എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വിധി. ഈ ഉത്തരവ് കഴിഞ്ഞ വർഷം വന്നിട്ടേ ഉള്ളൂ. ഇപ്പോൾ 2025 2024 വിധി വരുന്നത് പോലും. ഒരുപാട് കാലം കത്തി നിന്നിരുന്ന ആരോപണമാണ് താനും. ഇതിന്റെ ശേഷിപ്പ് എന്നുള്ള നിലയിലുള്ള ഒരു ലൈംഗിക ആരോപണവുമായി ഒരു വലിയ മുന്നോട്ട് പോക്ക് സാധ്യമാവും. ഒരു അഭിഭാഷക എന്നുള്ള നിലയിൽ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, അതായത് 2014 കൊടുത്ത പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞാൻ നേരത്തെ വായിച്ച പരാതി. ഇവിടെ കൃഷ്ണകുമാർ ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് ഞാൻ സത്യത്തിൽ അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് ചർച്ചയിലേക്ക് പോകണ്ട എന്ന് വിചാരിച്ചതാണ്. അദ്ദേഹം എൻ്റെ വക്കീൽ പണിയൊന്നും പഠിപ്പിക്കേണ്ട, ഞാൻ വക്കീൽ പണിയോ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തോളാം. അപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്, അന്യമതസ്ഥനെ കല്യാണം കഴിച്ചു എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങളുടെ കുടുംബത്തിലൊരു പ്രശ്നമാണോ അല്ലേ എന്നുള്ളത് ഇവിടെ ചർച്ച ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനൊക്കെ ചില ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട് എന്നുള്ളത് അദ്ദേഹം അഡ്മിറ്റ് ചെയ്ത കാര്യം, ഞാൻ പറഞ്ഞതല്ല, അദ്ദേഹം അഡ്മിറ്റ് ചെയ്ത കാര്യമാണ്. അപ്പോൾ ഇവരെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി എന്ന് ഈ സ്ത്രീ പറഞ്ഞിട്ടുള്ളത്, ഇപ്പം ഞങ്ങളിത് അറിഞ്ഞുകൊണ്ടാണല്ലോ ഇത് പറയുന്നത്. ഇത് അത്തരത്തിൽ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് സന്ദീപ് വാര്യർ പത്രസമ്മേളനം നടത്തി പറഞ്ഞു. ഇനി അവർ പറഞ്ഞു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. സന്ദീപ് വാര്യർ ഇന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യമാണല്ലോ, പബ്ലിക്കിൻ്റെ മുമ്പിലും മീഡിയയുടെ മുമ്പിലും പറഞ്ഞ കാര്യമല്ലേ. അപ്പോൾ അത്തരത്തിൽ അവരെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ ശ്രമിച്ചു എന്നുള്ളത് അദ്ദേഹം അഡ്മിറ്റ് ചെയ്തു എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. പിന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇതുവരെ 376 അല്ലെങ്കിൽ ഒരു പീഡന കേസുമായി ബന്ധപ്പെട്ട് അവരിതുവരെ കോടതിക്ക് മുമ്പിൽ പോയിട്ടുള്ളത് മറ്റു ചില കേസുകളുമായി ബന്ധപ്പെട്ടാണ്. അവരെയും അവരുടെ അമ്മയും ഉപദ്രവിച്ചു. അതുപോലെ തന്നെ അവസാനമായിട്ടെങ്കിലും അച്ഛനെ കാണാൻ അനുവദിക്കണം, ഓർമ്മക്കുറവുള്ള അച്ഛനെ കാണാൻ അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ മിടുക്കരായ ഇവർ, ഞാനിപ്പോൾ കേട്ടതിൽ നിന്ന് മനസ്സിലാക്കുന്നത് വളരെ മിടുക്കുള്ള ഇവർ അവരെ കാണാൻ അനുവദിച്ചില്ല. ഓർമ്മക്കുറവുള്ള അച്ഛൻ്റെ കയ്യിൽ നിന്ന് വ്യാജമായി ഇവരെ കാണണ്ട എന്ന് എഴുതി വാങ്ങിച്ചു എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. അതിലൊന്നും ഞാനിവിടെ തർക്കിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ അവർ കൊടുത്തിരിക്കുന്ന ഒരു പരാതി ഉണ്ട്. ആ പരാതിയിൽ വളരെ കൃത്യമായിട്ട് സെക്ഷൽ അസോൾട്ട് എന്ന് അവർ പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു തീർന്നിട്ട് താങ്കൾ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഇവിടെ അതാ ഞാൻ പറഞ്ഞത്. അതൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ മറ്റൊരാളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ചയ്ക്ക് എടുത്തു എന്നാകും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അതൊക്കെ ഇനിയിപ്പോൾ അന്വേഷണം വരുമ്പോൾ മനസ്സിലാകും. ഈ കേസുമായി ഇനി പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ പോയി കഴിയുമ്പോൾ, ഇതൊന്നുമല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ ഇപ്പോൾ അന്വേഷണം വന്നു കഴിയുമ്പോൾ അതൊക്കെ പുറത്തു വന്നോളൂ. അപ്പം നമുക്കത് ചർച്ച ചെയ്യാമെന്നേ. ഞാൻ മറ്റൊരു കാര്യം ഇവിടെ പറയട്ടെ അഭിലാഷ്. ഇവിടെ ചോദ്യം ചോദിച്ചത് ഈ കേസിനെ കുറിച്ചാണ്. ചോദ്യം ചോദിച്ചത് BJPയുടെ വൈസ് പ്രസിഡന്റിനെ കുറിച്ചാണ്. അരുൺകുമാർ എന്തിനെ കുറിച്ചാണ് മറുപടി പറഞ്ഞത്? അദ്ദേഹം ഈ ചോദ്യം ചോദിക്കുമ്പോൾ, ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് കോൺഗ്രസിനെതിരെയുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ തമ്മിലുള്ള ലിങ്ക് മനസ്സിലായില്ലേ? പോലീസ് സ്റ്റേഷനിൽ കൊണ്ടൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ BJPയും CPMും എല്ലാം ഒറ്റക്കെട്ടാണെന്നേ. അവര് എത്ര സോഫ്റ്റ് ആയിട്ടാണ് അരുൺകുമാർ വീറോടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാദിച്ച അരുൺകുമാർ ഈ കാര്യത്തിൽ ഇപ്പോൾ BJPയുടെ
വൈസ് പ്രസിഡന്റിന്റെ കാര്യം വന്നപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടാണ്, അതിന് മറുപടി പോലും പറഞ്ഞില്ല. അങ്ങനാണെങ്കിൽ ഇങ്ങനെ ആകാമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു കൂട്ട് കച്ചവടമാണ്, ഇവർ ഒരുമിച്ചുള്ള കച്ചവടമാണ് നടക്കുന്നത്. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഈ പാവപ്പെട്ട സ്ത്രീ കൊണ്ടൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് തേച്ച് മായ്ച്ചു കഴിഞ്ഞ് അവിടെ കൊണ്ടുവന്ന് ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ട് പറ്റിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ എത്രയോ കേസുകൾ, ഞാൻ ഇപ്പൊ BJP-യുടെ മാത്രമല്ലല്ലോ, CPM-ന്റെ കേസുണ്ടല്ലോ, എൻ്റെ കയ്യിലുണ്ട് വോയിസ് നോട്ടുകൾ. നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ്, കേരള സമൂഹം മുഴുവൻ കേട്ടിട്ടുള്ളതാണ്. ശശീന്ദ്രന്റെയും കടകംപള്ളിയുടെയും മുകേഷിന്റെയും ഒക്കെ രാത്രിയിലുള്ള സംഭാഷണങ്ങൾ മുഴുവൻ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരികയല്ലേ. അതിനെക്കുറിച്ച് എന്താണ് അരുൺകുമാറിന് പറയാനുള്ളത്? ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം താങ്കൾ നോക്കൂ, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം ഇത് പറഞ്ഞത് ഒരു യുവതിയെ ഭീഷണിപ്പെടുത്തുന്നത് കണ്ടു, ഒരു യുവതിയെ ഭീഷണിപ്പെടുത്തുന്നത് കണ്ടു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് പത്രസമ്മേളനത്തിൽ. ഇവിടെ 51 വെട്ടുവെട്ടി ആളുകളെ കൊല്ലുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന, എല്ലാം പോട്ടെ, ആ ആന്തൂർ സാജന്റെ ഭാര്യയെക്കുറിച്ച്, ആ സാജൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ആന്തൂർ സാജന്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞത് അവർ വഴിവിട്ട സഞ്ചാരമാണെന്നാണ് ദേശാഭിമാനി എഴുതിയത്. അത്തരത്തിൽ സ്ത്രീകളെ കുറിച്ച് വളരെ മോശമായി പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ CPM ഇപ്പോൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇരിക്കുന്ന MLA മുകേഷ്, കടകംപള്ളി സുരേന്ദ്രൻ, അതുപോലെ തന്നെ ശശീന്ദ്രൻ, തോമസ് ഐസക്, ഇവരൊക്കെ ആരോപണം കേട്ടവരും കോടതിയിൽ കേസ് വന്നതുമാണല്ലോ, ചാർജ് ഷീറ്റ് വന്നതാണല്ലോ. അതൊന്നും കേസല്ല, അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഒരു പരാതിക്കാരി ഇല്ലാതെ, മുഖമില്ലാത്ത ഒരു ഇതുവരെ പരാതിക്കാരി ആരാണെന്നറിയില്ല. ഇവിടെ കൃഷ്ണകുമാറിന്റെ കേസിൽ പരാതിക്കാരി ഉണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അവരുടെ സംഘടനയുടെ വിവിധ തലങ്ങളിൽ പരാതി കൊടുക്കുന്നുണ്ട്, എന്നിട്ട് യാതൊരു ആക്ഷനും ഇല്ല. അത്തരത്തിൽ ഒരു പരാതിക്കാരി സ്വാഭാവികമായും രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസിൽ നിന്ന് പോയതുകൊണ്ട് പരാതി ഉണ്ട് എന്നുള്ളതിന്, അതായത് പാർട്ടിക്ക് മുമ്പിൽ പരാതി ഉണ്ട് എന്നുള്ളതിനൊരു തീർച്ചയുണ്ട്. കോൺഗ്രസിൽ അങ്ങനെ ഒരു പരാതി ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് തീർച്ചയായും പറയാൻ പറ്റില്ല. ഒരു സെക്കൻഡ്, എനിക്ക് അരുൺകുമാറിലേക്ക് കൂടി പോകണം. ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഒറ്റ കാര്യം കൃഷ്ണകുമാർ ഇവിടെ പറഞ്ഞു KPCC പ്രസിഡന്റിന് പരാതി കൊടുത്തു എന്ന് പറഞ്ഞു. ഒറ്റ മിനിറ്റ്, രേഖാമൂലമുള്ള പരാതിയല്ല പറഞ്ഞു എന്നുള്ളതാണ് അവർ തന്നെ പറയുന്നത്. അതെ, പരാതി കൊടുത്തു. പരാതി ആർക്ക് കൊടുത്തു? KPCC പ്രസിഡന്റ് പരാതി കൊടുത്തു എന്ന് പറഞ്ഞല്ലേ. താങ്കൾ വ്യാജമായിട്ട് ഇവിടെ നിന്ന് വാദിക്കൊന്നും വേണ്ട. അങ്ങനെ പരാതി ഒരു KPCC പ്രസിഡന്റും കൊടുത്തിട്ടില്ല, അവരങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുമില്ല. പരാതി കൊടുക്കുന്നത് എവിടെയാണ്? ഞാൻ ഒരു സ്ഥലങ്ങളിലും ഈ പറഞ്ഞ നിങ്ങൾ എന്താ തെളിയിക്കുന്നേ? നിങ്ങൾ തെളിയിക്കേ. നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും കൊടുത്ത പരാതി അത് തെറ്റാണെന്ന് നിങ്ങൾ തെളിയിക്കുക. ഞങ്ങളുടെ ഉത്തരവാദിത്തം അല്ലല്ലോ. എന്തായാലും BJP-യുടെ കാര്യത്തിൽ BJP പ്രസിഡന്റിന് പരാതി പോയിട്ടുണ്ട്, അതിന് നമുക്ക് തെളിവുണ്ട്. ഞാൻ വരാം. ശ്രീ അരുൺകുമാർ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്ന് ക്രൈംബ്രാഞ്ച് കേസെടുത്തല്ലോ. അതാരും കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല, പുറത്തു വന്നിരിക്കുന്ന പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പുറത്തു വന്നിരിക്കുന്ന ക്രിമിനൽ ഒഫൻസസിനെ കുറിച്ചുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട് എങ്കിൽ, ഇവിടെ ഇപ്പോൾ BJP പ്രസിഡന്റിനാണ് പരാതി കൊടുത്തിട്ടുള്ളത് എങ്കിലും ആ പരാതിയുടെ വിശദാംശങ്ങൾ പബ്ലിക് ഡൊമൈനിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള സമീപനവും BJP-യോടുള്ള സമീപനവും രണ്ടും രണ്ടാണോ? അഭിലാഷേ, ഇപ്പൊ ഈ ചർച്ച ഏകദേശം 3/4 മണിക്കൂറായി. ഞാൻ ഇടയ്ക്കൊന്നും ഇടപെടാതെ കേട്ടിരുന്നത് ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് ജനങ്ങൾ കേൾക്കണം. ഇന്നലെ ഒറ്റ കോൺഗ്രസ് പ്രതിനിധികളും കേരളത്തിലെ ചർച്ചകളിൽ പങ്കെടുത്തില്ല. എന്നിട്ട് അവരെന്താ പറഞ്ഞത്? ബോംബ്, ആ ബോംബ് എന്ന് പറഞ്ഞിട്ട് നിരീക്ഷകരെ, ആ നിരീക്ഷകർ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യായം മര്യാദകേട് കാണിക്കില്ലേ? മര്യാദകേട് കാണിക്കില്ലേ? ശരി ശരി ശരി, മര്യാദകേട് കാണിക്കില്ലേ? നിങ്ങൾ പറയൂ, അരുൺ പറയൂ. എന്നാ ബാക്കി 15 മിനിറ്റ് അവർ സംസാരിച്ചോട്ടെ. എന്തിനാ ഇങ്ങനെയൊക്കെ ചർച്ചയ്ക്ക് വന്നിരിക്കണേ? അല്ല, മര്യാദകേട് കാണിക്കട്ടെ. ഇന്നലെ ഞാൻ മലയാള മനോരമ അടക്കം ചാനലിൽ ചർച്ചയിൽ പങ്കെടുത്ത ഒരു നിരീക്ഷകൻ വന്ന് പറഞ്ഞ കാര്യം ഞാൻ പറയണേ. എന്റെ മാഡം, ഞാനൊരു കള്ളമല്ല പറയുന്നത്. മലയാള മനോരമ ചാനലിൽ നിങ്ങളുടെ ഒരു നിരീക്ഷകൻ വന്നു, ആ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ കോൺഗ്രസ് പ്രതിനിധിയെ വിട്ടിട്ടില്ല എന്നാ പറഞ്ഞേ. എന്തു ആയിക്കോട്ടെ മാഡം, നിങ്ങൾ ശരി. ഇന്നലെ കോൺഗ്രസ് ചർച്ചയ്ക്ക് പോയോ ഇല്ലയോ? ഞങ്ങൾ ഇന്നലെ ആ വിഷയം ചർച്ചയ്ക്ക് എടുത്തിരുന്നില്ല, അതുകൊണ്ട് അറിയില്ല. ഓക്കെ, അതിന്റെ പോയിന്റ് വരൂ. അപ്പോ ഇന്നലെ ആ അധ്യായം, രാഹുൽ മാങ്കൂട്ടിനെതിരായിട്ടുള്ള അധ്യായം അടഞ്ഞു. അതായത് ഭരണഘടനയിലില്ലാത്ത, കോൺഗ്രസിന്റെ ഭരണഘടനയിലില്ലാത്ത ഒരു നടപടിയെടുത്ത് 1 മാസം കഴിയുമ്പോൾ, അതായത് സെപ്റ്റംബർ 25-ന് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട എല്ലാ പൊസിഷനിലേക്കും തിരിച്ചു വരാൻ പാകത്തിന് ഒരു നടപടി എടുത്തിട്ട് ഞങ്ങളെല്ലാം വൈറ്റ് വാഷ് കഴിഞ്ഞു, അധ്യായം അടച്ചു എന്ന് പറഞ്ഞു.
അതിനുശേഷം അത് ചർച്ച ചെയ്യരുത് കേരളത്തിലെ മാധ്യമങ്ങൾ. അതിനുവേണ്ടി ഇപ്പൊ അതേ ബോംബ് പൊട്ടിക്കും എന്ന് പറഞ്ഞ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുക ബോംബ്. എന്നിട്ട് ഇപ്പൊ ഈ കോൺഗ്രസിന്റെ പ്രതിനിധി എന്താ ചോദിച്ചേ? സുവോമോട്ടോ കേസ് എടുക്കാൻ പാടില്ലേ? അതായത് 25-ാം തീയതി മിനിഞ്ഞാന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന് കൊടുത്ത പരാതി അത് കോൺഗ്രസിന് കിട്ടി, അല്ലെങ്കിൽ പിന്നെ ഇന്നലെ പറയില്ല ബോംബെന്ന്. ആ പരാതിയിൽ പോലീസ് പോയിട്ട് സുവോമോട്ടോ കേസ് എടുക്കണമെന്ന്. എന്റെ മാഡം, ഇതൊക്കെ ജനങ്ങൾ കേൾക്കുന്നുണ്ട്. നിങ്ങളെ ഒരു ബൂത്ത് കമ്മിറ്റി അംഗത്തെ കൊണ്ട് ഇതൊക്കെ ഇത്തരം പരാതിയൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യിപ്പിക്കുക, ഷെയ്പ്പ് ചെയ്യിപ്പിക്കുക. ഇതിലും അന്തസ്സോടെ ചെയ്യും. ഇതിലും നിലവാരമുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും പ്രതീക്ഷിക്കാനുള്ള ഒരാഗ്രഹവും യോഗ്യതയും ഈ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ടല്ലോ. എന്ന് പറഞ്ഞില്ലേ DCC പ്രസിഡന്റ് കോഴിക്കോടും കണ്ണൂരും എന്ത് VD സതീശൻ പറയണമെന്ന് മനോരമ പത്രത്തിൽ രാവിലെ വരുന്ന വാർത്തയായിരിക്കും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് DCCയുടെ ഭാരവാഹി പറഞ്ഞ ചരിത്രം വരെ നമുക്കുണ്ട്. എന്നിട്ട് ഷെയ്പ്പ് ചെയ്തിട്ട് പോലീസ് സുവോമോട്ടോ എടുത്തില്ല എന്ന്. അതായത് രാജീവ് ചന്ദ്രശേഖരൻ മിനിഞ്ഞാന്ന് കൊടുത്ത പരാതിയിൽ പോലീസ് സുവോമോട്ടോ. എന്നിട്ട് BJP ഇവിടെ 2-3 ദിവസമായിട്ട് ആർഗ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഉള്ള തീവ്രതയില്ലാന്ന്. ഇതൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു പരാതി വരുമ്പോൾ എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു, വസ്തുതയുണ്ടോ എന്ന് നോക്കിയിട്ട് അതിൽ നിലപാട് സ്വീകരിക്കണേ. 2014 വിഷയം മജിസ്ട്രേറ്റ് കോടതി ട്രയൽ നടത്തി വെറുതെ വിട്ടു. അത് കഴിഞ്ഞ് 1 കൊല്ലമായി, ഇതുവരെ അപ്പീലും ഇല്ല. അതിനെ കുറിച്ചിട്ട് ഒരു പരാതി കൊടുത്തു. പോലീസിന് കൊടുക്കും പരാതി. നിങ്ങൾക്ക് കിട്ടിയില്ല പരാതി എന്നാൽ പോലീസിനോട് പോലീസ് പരിശോധിക്കും. എന്നിട്ട് CPM-ന് തീവ്രതയില്ല. ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ അജണ്ട. രാഹുൽ മാങ്കൂട്ടിനെതിരെ ഇവിടെ ഉയർന്നു വന്ന ഏറ്റവും ഗൗരവമായിട്ടുള്ള പരാതി കേരളത്തിൽ ഇനി ചർച്ച ചെയ്യാൻ പാടില്ല. 3.5 വർഷം മുമ്പ് പ്രതിപക്ഷ നേതാവിന് കൊടുത്ത കൃത്യമായിട്ടുള്ള കംപ്ലൈന്റ് ഞാൻ പിതാവിനെ പോലെ സ്നേഹിക്കുന്ന ശ്രീ VD സതീശന് കൊടുത്തു എന്ന ആ യുവനടി എത്ര അഭിമാനത്തോടെയാ പറഞ്ഞേ? ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ലേ എനിക്ക് കിട്ടി, ഞാൻ പിതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പരിഹരിച്ചു. എന്തു പരിഹരിച്ചു? ശ്രീ രാഹുൽ മാങ്കൂട്ടിൽ പറഞ്ഞില്ലേ എന്നോട് ഇതുവരെ ഇതിനെക്കുറിച്ച് ഒന്നും ചോദിച്ചിട്ടെന്ന്. അതായത് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് നിങ്ങൾ, കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് നിങ്ങൾ, ആ പരാതി കൊടുത്തതിന് ശേഷം കൂടുതൽ സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾ, അതിനുശേഷം എല്ലാ തരത്തിലും തേച്ചു മാച്ച് കളഞ്ഞ് കോൺഗ്രസിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി നടപടിയെടുത്തു എന്ന് വരുത്തി ജനങ്ങളുടെ മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ആ അധ്യായം അടച്ചു എന്ന് പറയുന്ന നിങ്ങൾ 1 മാസം കഴിയുമ്പോൾ ഈ പൊസിഷനിലേക്കൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ അതിനുവേണ്ടി ഭരണഘടനയെ തന്നെ തള്ളി പറയുന്നവർ വന്ന് CPM-നെ മര്യാദ പഠിപ്പിക്കാൻ നോക്കണ്ട. ഞങ്ങൾക്കറിയാം ഇവിടെ ഏതെങ്കിലും ഒരു പരാതി ഇത്തരത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് സംഘടനയിൽ നിന്ന് പുറത്താക്കി വർഷങ്ങൾ പുറത്തുനിന്ന് എല്ലാ കോടതിയും കുറ്റവിമുക്തരാക്കി അവർ ഏതെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗ്രാവിറ്റി മനസ്സിലാക്കി അല്ലെങ്കിൽ അവർ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കപ്പെട്ടതിന് ശേഷം ചിലപ്പോൾ സംഘടനയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടാകാം. അതൊക്കെ CPM-നെ എങ്ങനെ ആക്രമിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ അങ്ങ് ഭയപ്പെട്ട് കീഴ്പ്പെട്ടു പോകും. നിങ്ങൾക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഗൗരവമായ തെളിവുകൾ ഇപ്പോഴും ചോദ്യമുണ്ടല്ലോ. എന്റെ വയറ്റിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടി, ആ കുട്ടിയുടെ മുഖം ഓർമ്മ വരികയാണ്. എനിക്ക് എന്റെ സ്വന്തം അമ്മയെപ്പോലും മുഖത്തു നോക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം. വെറും സെക്കൻഡ് മതി, നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര സെക്കൻഡ് വേണം എന്ന് ചോദിക്കുന്ന ശബ്ദം. എന്തിയെ നിങ്ങളൊരു വക്കീൽ നോട്ടീസ് അയക്കാത്ത? ആ വയറ്റിൽ വളർന്നുകൊണ്ടിരുന്ന കുട്ടി ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടോ? അബോർഷൻ നടത്തി കളഞ്ഞില്ലേ? നിർബന്ധമായിട്ടുള്ള അബോർഷൻ അല്ലേ? അതൊരു കൊലപാതകത്തിന് തുല്യമായിട്ടുള്ള സാഹചര്യമല്ലേ? 10 കൊല്ലം വരെ ശിക്ഷ കിട്ടാവുന്ന സാഹചര്യമല്ലേ? ഇതൊക്കെ പൊതുമണ്ഡലത്തിലുണ്ട്. ഇതൊക്കെ ചർച്ചയാക്കാം. നിങ്ങൾക്ക് വിഷമമാണ് ഇത് ചർച്ച. പോലീസിന് പരാതിയുണ്ട്, പോലീസ് അന്വേഷിക്കും. BJPക്ക് കൊടുത്ത പരാതിയെ ഞങ്ങൾക്ക് ഉള്ളടക്കമില്ല, ഞങ്ങളുടെ മുന്നിൽ ഇല്ല. അല്ല, ഏത് വിഷയമായാലും BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന് കൊടുത്ത പരാതി CPM-ന്റെ മുന്നിലില്ല. പോലീസിനൊരു പരാതിയും കിട്ടിയിട്ടില്ല. അത് പൊതുമണ്ഡലത്തിൽ അങ്ങനെ ഒരു വിഷയമില്ല. എന്തെങ്കിലും ഗ്രാവിറ്റി ഉണ്ടോ? പോലീസ് അന്വേഷിക്കട്ടെ. അത് നിങ്ങൾക്ക് കിട്ടിയ പരാതി നിങ്ങൾ അന്വേഷിക്കുക. അല്ലാതെ പൊതുസമൂഹത്തിലുള്ള എല്ലാ വിഷയങ്ങളെയും തേച്ചുമാച്ച് കളയാൻ കുറെ ബോംബുമായിട്ട് ഇറങ്ങുമ്പോൾ ഈ കോടതിയിൽ നിന്ന് വരെ കിട്ടിയ കനത്ത പ്രഹരം നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ 9 കൊല്ലമായി ഈ ഗവൺമെന്റിനെതിരെ നടത്തുന്ന നുണപ്രചരണം ഒരെണ്ണം പോലും തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു പോയിന്റ് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വ്യാജ പ്രവർത്തിയും വ്യാജ ഐഡന്റി കാർഡും അതുപോലെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നിർത്തുക. ആ ചൂരൽമല മുണ്ടക്കൈ അതിന്റെ പേരിൽ പിരിച്ച കോടികളും ഇതിന്റെ ഇടയിൽ തട്ടിക്കളയല്ലേ? ഈ ചർച്ചയ്ക്കിടയിൽ ആ കോടികളും ഒരു തെളിവുമില്ലാതെ അങ്ങ് പോക്കറ്റിലിട്ട് വിഴുങ്ങുകയല്ലേ? അതുകൊണ്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഗൗരവമായ വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. ഈ പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കും. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഒന്ന് ഇപ്പോൾ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് CPM ഗൗരവത്തോടുകൂടി എടുത്തിട്ടില്ല ഈ പരാതി. 2014 രജിസ്റ്റർ ചെയ്യപ്പെട്ട് 2024 വെറുതെ വിടപ്പെട്ട ഒരു കേസ് എന്നുള്ള നിലയിലാണ്. ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ മാറ്റാൻ ഇത് കൊണ്ടുവരുന്നത് എന്താ പറയുക, ഒരു പടക്കം പൊട്ടിക്കുന്നത് പോലെയാണ്, ബോംബല്ല എന്നൊരു സമീപനമാണ് അവർക്കും തോന്നുന്നു. ഒന്നാമത്തത് BJP ഇതിനെ ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. പലതരത്തിലുള്ള മീമുകളാണ് സോഷ്യൽ മീഡിയയിലൊക്കെ. സുരേന്ദ്രന്റെ പ്രതികരണം ഒരു സിനിമയിലെ കലാഭവൻ മണിയും ദിലീപും കൂടെയൊക്കെ തേങ്ങ ഇങ്ങനെ ഉടയ്ക്കാൻ നോക്കുമ്പോൾ ബോംബ് പൊട്ടി എല്ലാവരും കരിഞ്ഞു പോകുന്നതാണ് എന്ന് പറഞ്ഞാൽ ഉടച്ച ആളുകൾ തന്നെ. ആ തരത്തിൽ ഇത് ഈ പറഞ്ഞ ആരോപണം ഒട്ടും ഏശുന്നില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടോ?
അതായത് ഈ കൃഷ്ണകുമാറിനെതിരെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അരുൺകുമാർ പറയുന്നത് കോൺഗ്രസിനെ കുറിച്ചാണ് മറുപടി പറയുന്നത്. ഇത് തന്നെ കേരള സമൂഹം കാണുകയല്ലേ? കേരള സമൂഹത്തിന് കൃത്യമായി മനസ്സിലായി, ഈ ചർച്ച കാണുന്ന മുഴുവൻ ആളുകൾക്ക് മനസ്സിലായി, കൃഷ്ണകുമാറിനെതിരെ ഒരു ഒരു ചെറിയ ആരോപണം പോലും പറയാൻ CPM തയ്യാറല്ല എന്ന്. എന്താണ് അതിന് കാരണം? അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം എന്താണ്? മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയുള്ള കേസാണ് കേരള സമൂഹത്തിന്. ആരാണ്? ഗോവിന്ദൻ മാഷാണ് പറഞ്ഞത്. നിങ്ങൾ മുണ്ടക്കൈ വരെ പറഞ്ഞല്ലോ. കൃഷ്ണകുമാറിന്റെ ചർച്ച ഇവിടെ നടക്കുമ്പോൾ നിങ്ങൾ മുണ്ടക്കൈയെ കുറിച്ചാണല്ലോ പറഞ്ഞത്. അപ്പോ നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞത്? ഇപ്പോഴും ഉണ്ടല്ലോ, പൊതുസമൂഹത്തിന് മുമ്പിലുണ്ടല്ലോ. പ്രതിയായിട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞത്. പ്രതിയായി ചാർജ് ഷീറ്റും കൊടുത്ത് കേസ് മുമ്പോട്ട് പോയി, കോടതിയിലും വന്നു. ഞാൻ ഈ അസഭ്യമായതുകൊണ്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഇത് ഞാൻ കേൾപ്പിച്ചു തരാത്തത്. വളരെ കൃത്യമായിട്ട് ശശീന്ദ്രനെ പോലെ ഇപ്പോഴും മന്ത്രിയായിട്ടിരിക്കുന്ന CPM-ന്റെ നേതാവും അതുപോലെ തന്നെ മുകേഷ്, ഇവരൊക്കെ പാതിരാത്രി സ്ത്രീകളെ പൊതുമധ്യത്തിലുണ്ട്. ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ കണ്ണില്ല. BJP-യുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞത് അതിനനുസരിച്ച് ഇവിടെ ചർച്ചയ്ക്ക് വന്ന് പങ്കെടുക്കുകയാണ്. ഈ കുട്ടി പരാതി കൊടുത്തത് എന്തുകൊണ്ടാണ് ഗൗരവമായിട്ട് CPM-ന് മറുപടി പോലും പറയാൻ കഴിയാത്തത് എന്നുള്ളത് ഇന്ന് കേരള സമൂഹം ചർച്ച ചെയ്യും. ഇവിടെ CPM-നെ സംബന്ധിച്ച് അവരുടെ മന്ത്രിമാരും അവരുടെ MLA-മാരും അവരുടെ നേതാക്കന്മാരും ഇപ്പൊ ഇവിടെ ഒറ്റ കാര്യം കൂടെ ഞാൻ പറയട്ടെ. തിരിച്ചെടുത്തു എന്ന് പറഞ്ഞു അരുൺകുമാർ. അതെ, തിരിച്ചെടുത്തു. ആരെയാ തിരിച്ചെടുത്തത്? ശ്രീമതി ടീച്ചറും പറയുന്നത് കേട്ടു. PK ശശിയെ തിരിച്ചെടുത്തു. എന്തായിട്ട്? KTDC ചെയർമാനായിട്ട്. P ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി. ആരാ ആരോപണം പറഞ്ഞത്? പത്മനാഭൻ എന്ന് പറയുന്ന അവരുടെ MLA-യുടെ മകളെ പീഡിപ്പിച്ചു എന്നുള്ളതാ പരാതി. അവിടെ വെളുപ്പിച്ച് ഇപ്പൊ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ എത്ര മറുവാദം പറഞ്ഞാലും ഇതൊക്കെ പൊതുസമൂഹത്തിലുണ്ട്. നിങ്ങൾ ഗൗരവമായിട്ടല്ല ചർച്ച ചെയ്തത്. നിങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്തെങ്കിൽ ആദ്യം മാറ്റി നിർത്തേണ്ടത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന P ശശിയാണ് അരുൺകുമാർ മാറ്റി നിർത്തേണ്ടത്. ധൈര്യമുണ്ടോ നിങ്ങൾക്ക് മാറ്റി നിർത്താൻ? നിങ്ങളിപ്പോ കോൺഗ്രസിനെതിരെ പറയുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് P ശശിക്കെതിരെ അതുപോലെ തന്നെ ഇതൊക്കെ എത്ര വർഷം ചർച്ച ചെയ്തതായി വന്ന മുകേഷല്ലേ നിങ്ങൾക്ക് വേണ്ടി കൈ പൊക്കുന്ന ഒരു MLA നിങ്ങൾക്ക് മാറ്റി നിർത്താൻ നിങ്ങൾക്ക് സസ്പെൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇതൊന്നും ചെയ്യാൻ കഴിയാതെ സെപ്റ്റംബർ 25 തന്നെ തിരിച്ചെടുക്കണം. സെപ്റ്റംബർ 25 തന്നെ. അതാണല്ലോ ഭരണഘടനയില്ലാത്ത നടപടി എടുത്തിരിക്കുന്നത്. കേരള ബാങ്കിന്റെ ചെയർമാനായിട്ടായിരിക്കുന്നത്. ആ തിരിച്ചെടുക്കുന്ന പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് CPM ആണ്. അത് ഞങ്ങളുടെ തലയെ കെട്ടിവെക്കണ്ട. ഞങ്ങൾ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടുമുള്ള നിലപാടെടുത്തു. അതിന്റെ ചുരുക്കാണ് നിങ്ങൾ ചെയ്യാനുള്ള ധൈര്യമില്ല. നേതാക്കന്മാർക്കോ CPM-നോ നടപടിയെടുക്കുവാൻ ഒരു സസ്പെൻഷൻ ആരോപണങ്ങൾ ഉണ്ടാവും. കുറെ ദിവസങ്ങൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ കത്തി നിൽക്കുകയായിരുന്നു. പുതിയ ആരോപണങ്ങൾ വരുന്നു. വലിയ വാർത്തകൾ ഇനിയും വരാനിരിക്കുന്നുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ നോക്കാം നമുക്ക് എന്താണ് ആ വലിയ വാർത്ത എന്ന്. വളരെ നന്ദി 3 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.